നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPM സ്ഥാനാർത്ഥി പട്ടിക ആയിരിക്കുന്നു. ആറ്റിങ്ങലിൽ വി ജോയിയും കൊല്ലത്ത് M മുകേഷും മത്സരിക്കും. KK ശൈലജ വടകരയിലും C രവീന്ദ്രനാഥ് ചാലക്കുടിയിലും മത്സരിക്കും. ആലത്തൂരിൽ മന്ത്രി K രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിയാകും. മുൻ ലീഗ് സംസ്ഥാന സെക്രട്ടറി KS ഹംസ പൊന്നാനിയിൽ മത്സരിക്കും. വിവരങ്ങൾ നൽകുന്നത് ന്യൂസ് ഡെസ്കിൽ നിന്ന് TG സജിത്തുണ്ട്. ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനും ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹിതനും കോഴിക്കോട് നിന്ന് S വിനീഷ് കുമാറും MS അനീഷ് കുമാറും CV അനുമോദും എന്നോടൊപ്പം ചേരും. ഒപ്പം ടോം കുര്യാക്കോസ് എറണാകുളത്ത് നിന്നും ചേരും. ആദ്യം ഞാൻ TG സജിത്തിലേക്ക് പോവുകയാണ്. സജിത, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനേറ്റുള്ള കനത്ത തോൽവിക്ക് മറുപടി നൽകാൻ ഇത്തവണ പരിചയസമ്പന്നരായിട്ടുള്ള ഒരു പറ്റം സ്ഥാനാർത്ഥികളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക CPM മുന്നോട്ട് വെക്കുന്നു, അല്ലേ? തീർച്ചയായും മിഥുൻ സൂചിപ്പിച്ചതാണ് അതിൻ്റെ പശ്ചാത്തലം. 2019 വലിയ തിരിച്ചടിയിൽ നിന്നും ഇത്തവണ തിരികെ എത്താൻ മികച്ച സ്ഥാനാർത്ഥി പട്ടിക CPM അനിവാര്യമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര ശക്തമായൊരു നിര പൂർണ്ണമായും വന്നില്ല എന്ന് വിലയിരുത്താമെങ്കിൽ കൂടിയും ഏറെക്കുറെ ഭേദപ്പെട്ട ഒരു പട്ടികയാണ് ഇപ്പോൾ CPM തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷേ ഇത് പൂർണ്ണമായും അന്തിമ പട്ടിക എന്ന് നമുക്ക് പറയാൻ വയ്യ. കാരണം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഒരു വിലയിരുത്തൽ, ഒരു തയ്യാറെടുപ്പാണ് ഈ പട്ടിക. പക്ഷേ ഇതിന് സംസ്ഥാന സമിതിയാണ് അന്തിമ അംഗീകാരം നൽകേണ്ടത്. സ്വാഭാവികമായും സംസ്ഥാന സമിതിയിലേക്ക് വരുമ്പോൾ ചില അഭിപ്രായ പഠനങ്ങൾ കൂടി ഒരുപക്ഷെ പരിഗണിക്കപ്പെട്ടേക്കാം. അങ്ങനെയെങ്കിൽ ചില മണ്ഡലങ്ങളിലെങ്കിലും മാറ്റം ഉണ്ടായേക്കാം എന്നതാണ്. ഇതിൽ ആശയക്കുഴപ്പമായി ഇപ്പോഴും സാധ്യത നമുക്ക് തോന്നുന്ന ചില ഇടങ്ങൾ പ്രത്യേകം പരാമർശിക്കേണ്ടി വരുന്നത്, ഒന്ന് ഈ ആലത്തൂർ മണ്ഡലത്തിൻ്റെ സാന്നിധ്യമാണ്. കാരണം ആലത്തൂരിൽ മത്സരിക്കേണ്ടി വരുന്നത് K രാധാകൃഷ്ണനാണ്. അദ്ദേഹം സംസ്ഥാന മന്ത്രിസഭാംഗമാണ് എന്ന പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് മന്ത്രിസഭാംഗത്തെ മത്സരിക്കുമ്പോൾ പലതുകൊണ്ടും മറു ആലോചനകൾ നടത്തേണ്ടി വരും. ഒന്ന്, ആ മണ്ഡലത്തിൽ അദ്ദേഹം വിജയിച്ചു കയറിയാൽ ആ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വേണം. ഒപ്പം തന്നെ മന്ത്രിസഭയിൽ പുതിയതായ ഒരാളെ ഉൾപ്പെടുത്തേണ്ടി വരും. മികച്ച പ്രതിച്ഛായ ഉള്ള ഒരാളെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന തിരിച്ചടി, ഇങ്ങനെ പല ഘടകങ്ങളും CPM പരിഗണിക്കേണ്ടി വരും. ഇത്തരം പരിഗണനകളും ചർച്ചകളും ഒക്കെ ഒരുപക്ഷെ CPM നടത്തിയിട്ടുണ്ടാകുമെന്നതാണ്. മാത്രമല്ല, K രാധാകൃഷ്ണൻ തനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന കാര്യം നേരത്തെ അറിയിച്ചതാണ്. പക്ഷേ അത് മറികടന്നുകൊണ്ട് CPM നേതൃത്വം അദ്ദേഹത്തിന് മുകളിൽ സമ്മർദ്ദം ചെലുത്തി എന്നത് വേണം ഇപ്പോൾ ഈ നിൽക്കുന്ന ചർച്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. 2 വനിതകൾ ഇത്തവണ ലോക്സഭയിൽ CPM വേണ്ടി കളത്തിലിറങ്ങും. അതൊന്ന് വടകരയിൽ KK ശൈലജയും മറ്റൊന്ന് എറണാകുളത്ത് KS ഷൈനുമാണ്. ഷൈൻ KSTA നേതാവാണ് എന്ന് മാത്രമല്ല, അവർ പറവൂരെ നേരത്തെ കൗൺസിലർ ആയിരുന്നു, നഗരസഭാ കൗൺസിലർ ആയിക്കൂടിയും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ 2 വനിതകളാവും CPM വേണ്ടി ഇത്തവണ ലോക്സഭയിൽ കളത്തിലിറങ്ങുക എന്ന പ്രത്യേകതയുമുണ്ട്. നേരത്തെ ഒരു പൊതുസമ്മതനെ എറണാകുളത്ത് കളത്തിലിറക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. കാരണം CPM വിജയിച്ച് കയറാൻ അത്ര എളുപ്പമുള്ള ഇടമല്ല എറണാകുളം. പക്ഷേ അവിടെ ഇത്തവണ ഒരു പൊതുസമ്മതനെ തന്നെ പതിവ് പോലെ കളത്തിലിറക്കുമെന്ന് കരുതിയിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പാർട്ടി നേതാവിനെ തന്നെ കളത്തിലിറക്കി മത്സരം കൊഴിപ്പിക്കാൻ തന്നെയാണ് CPM തീരുമാനം എന്നതാണ് ഈ പട്ടികയിൽ നിന്നും മനസ്സിലാവുന്ന കാര്യം. ഇനി മറ്റു പട്ടികയുടെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ, കാസർഗോഡ് MV ബാലകൃഷ്ണൻ അവിടുത്തെ CPM ജില്ലാ സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ കരുത്തനെ കളത്തിലിറക്കി മത്സരം കൊഴിപ്പിക്കുക തന്നെയാണ് CPM ലക്ഷ്യമിടുന്നത്. കണ്ണൂരേക്ക് വരുമ്പോഴും അവിടെയും MV ജയരാജനാണ്. നമ്മൾ നേരത്തെയും പ്രതീക്ഷിച്ചതാണ്. CPM 3 ജില്ലാ സെക്രട്ടറിമാരാണ് ഇത്തവണ മത്സരരംഗത്തുള്ളത്. അതൊന്ന് കാസർഗോഡാണ്, മറ്റൊന്ന് കണ്ണൂരെ MV ജയരാജനാണ്, മറ്റൊന്ന് തിരുവനന്തപുരത്തെ വി ജോയിയാണ്. വി ജോയി ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹം ആറ്റിങ്ങലിലാണ് മത്സരിക്കാൻ പോകുന്നത്. ഇങ്ങനെയാണ് ഇപ്പോൾ CPM പട്ടിക തയ്യാറായിരിക്കുന്നത് എന്നതാണ് പ്രത്യേകത. വടകരയിൽ KK ശൈലജയാണ്. വടകരയെ സംബന്ധിച്ച് ശക്തമായ പാർട്ടിക്ക് വേരോട്ടമുള്ള ഇടമാണെങ്കിൽ കൂടിയും അവിടെ തിരിച്ചടി നേരിടുന്നത് മറ്റു ചില ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അവിടെയാണ് ഒരുപക്ഷെ CPM സംസ്ഥാനത്ത് ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി എന്നതാണ് KK ശൈലജയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ വടകര തിരിച്ചുപിടിക്കുക തന്നെയാണ് CPM ലക്ഷ്യമിടുന്നത്. അത് മുൻനിർത്തിയാണ് അവിടെ KK ശൈലജ എന്ന നേതാവിനെ തന്നെ കളത്തിലിറക്കാൻ CPM തീരുമാനിച്ചിരിക്കുന്നത്. എളമരം കരീം നിലവിൽ രാജ്യസഭാംഗമാണ്. രാജ്യസഭാംഗമായിരിക്കുക തന്നെ അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. കാരണം രാജ്യസഭാംഗത്തിൻ്റെ കാലാവധി ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ പൂർത്തിയാവും. അപ്പോൾ അദ്ദേഹം വീണ്ടും ലോക്സഭയിൽ മത്സരിക്കുന്നു എന്നതാണ് പ്രത്യേകത. കോഴിക്കോട് എളമരം കരീമിൻ്റെ തട്ടകമാണ്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ഇത്തവണ കടുത്ത പോരാട്ടം നടത്താൻ തന്നെയാണ് അവിടെ CPM തയ്യാറെടുക്കുന്നത് എന്നാണ് പ്രത്യേകതയുള്ള കാര്യം. പാലക്കാട് വിജയരാഘവനാണ്. പാലക്കാടും ഇടതുകോട്ട എന്നറിയപ്പെടുന്നിടത്ത് കഴിഞ്ഞ തവണ അട്ടിമറി വിജയമാണ് അവിടെ UDF നേടിയത്. 11,000-ൽ പരം വോട്ടുകൾക്കാണ് ശ്രീകണ്ഠൻ അവിടെ വിജയിച്ച് കയറിയത്. അവിടെ DCC പ്രസിഡന്റായിരുന്ന ശ്രീകണ്ഠൻ. ഇത്തവണ ആ മണ്ഡലം തിരിച്ചുപിടിക്കാൻ CPM ഒരുങ്ങുമ്പോൾ 1989 അവിടെ ലോക്സഭാംഗമായിരുന്ന വിജയരാഘവനെ തന്നെയാണ് CPM ഇത്തവണ കളത്തിലിറക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട്. പക്ഷേ പ്രാദേശികമായി വിജയരാഘവൻ്റെ പേരിന് അത്ര പ്രാമുഖ്യം ഉണ്ടായിരുന്നില്ല. M സ്വരാജിനെ പോലെയുള്ള യുവമുഖങ്ങളെ അവിടെ പരീക്ഷിക്കണം എന്നതായിരുന്നു അവിടെ പ്രാദേശികമായി ഉണ്ടായിരുന്ന വികാരം. പക്ഷേ അത് CPM സംസ്ഥാന നേതൃത്വം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിഗണിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് വിജയരാഘവൻ CPM പോളിറ്റ് ബ്യൂറോ അംഗം തന്നെ പാലക്കാട് മത്സരിക്കാൻ കളത്തിലിറങ്ങുന്നതിൻ്റെ കാര്യം.
ആലത്തൂരാണ് നമ്മൾ നേരത്തെ പരാമർശിച്ചു പോയത്. കെ രാധാകൃഷ്ണന്റെ പേരാണ്. കെ രാധാകൃഷ്ണനെ തന്നെ അവിടെ പരീക്ഷിക്കുന്നു എന്നത് പറയുമ്പോൾ ആ പാർട്ടി കോട്ടയിൽ വിജയത്തിനപ്പുറം CPM മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് സാഹചര്യം. പക്ഷേ രാധാകൃഷ്ണൻ മത്സരരംഗത്ത് വരുമ്പോൾ CPMന്റെ മറ്റു ചില രാഷ്ട്രീയ വാർത്തകൾ കൂടി നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. കാരണം മന്ത്രിസഭാ അംഗത്തിൽ നിന്നും രാധാകൃഷ്ണനെ മാറ്റുമ്പോൾ അത് മറ്റു ചില ചർച്ചകൾക്കും ഇടവച്ചേക്കാം. അത് നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കേണ്ടതാണ്. ആലപ്പുഴയിലേക്ക് വരുമ്പോൾ ആലപ്പുഴയിൽ AM ആരിഫ്, ആലപ്പുഴയിൽ ഇത്തവണ ആരിഫിനെ മാറ്റി മറ്റൊരു പരീക്ഷണം ഉണ്ടാകും. G സുധാകരൻ്റെ പോലെയുള്ള പേരുകൾ നമ്മൾ ചർച്ചയിൽ ഉയർന്നു കേട്ടതാണെങ്കിലും പക്ഷേ അവിടെ AM ആരിഫിൻ്റെ പേരിന് തന്നെയാണ് പ്രാമുഖ്യം നൽകുന്നത്. സിറ്റിംഗ് MP CPMന്റെ സംസ്ഥാനത്തെ ഒരേ ഒരു ലോക്സഭാംഗത്തെ തന്നെ വീണ്ടും ആലപ്പുഴയിൽ കളത്തിലിറക്കാൻ തീരുമാനിക്കുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ചാലക്കുടിയിൽ C രവീന്ദ്രനാഥിൻ്റെ സാധ്യത തീർച്ചയായും അദ്ദേഹം ജനകീയനാണ്. സംസ്ഥാന മന്ത്രിസഭാംഗമായിരുന്നു, 2 തവണ നിയമസഭാംഗമായിരുന്നു. അതുകൊണ്ട് രവീന്ദ്രനാഥ് ചാലക്കുടിയിൽ ഒരു ആപ്റ്റായ സ്ഥാനാർത്ഥി എന്ന് CPM കണക്കാക്കുന്നു. സജിത തുടരുക. എന്നോടൊപ്പം കോഴിക്കോട് നിന്ന് MS സനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. അതായത് വടക്കം ജില്ലയിലെ സാഹചര്യം നോക്കുമ്പോൾ കോഴിക്കോട് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റുകൾ പുറത്തു വരുന്നു. അതായത് വടകരയിൽ K മുരളീധരനെതിരെ നമുക്കറിയാം 2019 അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായാണ് K മുരളീധരൻ വടകരയിലേക്ക് എത്തുന്നത്. വട്ടിയൂർക്കാവിലെ MLA കൂടിയായിരുന്ന, നിലവിൽ MLA ആയിരുന്ന വ്യക്തി കൂടിയായിരുന്നു K മുരളീധരൻ. അങ്ങനെ K മുരളീധരനെ ഇറക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ളൊരു ഭൂരിപക്ഷം നേടിക്കൊണ്ടുള്ള വലിയ വിജയം വടകരയിൽ സ്വന്തമാക്കാൻ UDF അന്ന് സാധിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ KK ശൈലജയെ അവിടെ ഇറക്കി അവരുടെ സ്വന്തം തട്ടകമായ വടകരയിൽ തിരികെ ആ സീറ്റ് പിടിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. എങ്ങനെ നോക്കിക്കാണാം ഈ രണ്ട് പോരാട്ടത്തെ? അതായത് കോഴിക്കോടേക്ക് വരുമ്പോൾ എളമരം കരീമാണ് MK രാഘവനെതിരായി വരുന്നത്. അതായത് വടകരയിലും കോഴിക്കോടും ഒരുപക്ഷെ ഈ 2 സ്ഥാനാർത്ഥികൾ തന്നെയായിരിക്കാം. K മുരളീധരനും ഒപ്പം തന്നെ MK രാഘവനും തന്നെയായിരിക്കാം UDF സ്ഥാനാർത്ഥി എന്നുള്ള പ്രഖ്യാപനം വന്നില്ല എങ്കിൽ പോലും തന്നെ ഒരുപക്ഷെ അവർ തന്നെയാകാം. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ മികച്ച ഭൂരിപക്ഷത്തെ മറികടന്ന് ഈ 2 സീറ്റുകളും തിരികെ പിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിത്വം തന്നെയാണോ ഇരുവരുടെയും? മിഥുൻ, വടകരയിലെ UDFന്റെ MP ആയ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങുന്ന K മുരളീധരൻ തന്നെ പറഞ്ഞത് കരുത്തയായ ഒരു എതിരാളിയാണ് KK ശൈലജയാണ്. മത്സരം അങ്ങേയറ്റം കടുത്തതായി മാറുമെന്ന് എതിരാളി തന്നെ മത്സരത്തിന് മുമ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയാണ് KK ശൈലജ. നമുക്കറിയാം, ആരോഗ്യമന്ത്രിയായിരിക്കെ ആഗോള തലത്തിൽ പോലും പ്രശസ്തയായ എന്തുകൊണ്ട് രണ്ടാമത് ജയിച്ചപ്പോൾ മന്ത്രിയാക്കിയില്ല എന്ന് പരസ്പരം ജനങ്ങൾ പാർട്ടിയോട് ചോദിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് KK ശൈലജ. വിവിധ കോണുകളിൽ നിന്നും അടുത്ത മുഖ്യമന്ത്രിയെ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരുമെങ്കിൽ അത് ഒരു വനിതാ മുഖ്യമന്ത്രി എത്തുമെങ്കിൽ അത് KK ശൈലജ ആയിരിക്കും എന്ന് പലതരത്തിലുള്ള പ്രവചനങ്ങൾ നടത്തുന്ന ആളുകൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥാനാർത്ഥി. ഇത്രത്തോളം സുസമ്മതയായ ഒരു സ്ഥാനാർത്ഥിയെ CPMന് വടകര മണ്ഡലത്തിൽ വെക്കാൻ ഇല്ല എന്നത് തന്നെയാണ് ഏറ്റവും യാഥാർത്ഥ്യം. പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ TP വധവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഈ വടകര മേഖലയിൽ CPMന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. പാർട്ടിയുടെ ഒരു വലിയ കോട്ടയാണ് വടകര. പക്ഷേ അവിടെ നിന്നും വിജയം അന്യമായി നിൽക്കുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ അരയും തലയും മുറുക്കി KK ശൈലജയിലൂടെ മണ്ഡലം തിരിച്ചു പിടിക്കാം എന്ന തികഞ്ഞ പ്രതീക്ഷയാണ്. കാരണം പാർട്ടിയോട് ഇടഞ്ഞു നിൽക്കുന്ന ഒരു കാലത്ത് പാർട്ടി പ്രവർത്തകരായിരുന്ന ആളുകൾക്ക് പോലും KK ശൈലജയെ കണ്ണടച്ച് അവഗണിക്കാൻ കഴിയില്ല എന്ന ഒരു പ്രതീക്ഷയാണ് CPM വെച്ചു പുലർത്തുന്നത്. അതുകൊണ്ട് എല്ലാ ഇടത്തും പ്രാപ്യമായ സ്ത്രീകൾക്കിടയിലൊക്കെ വലിയ സുസമ്മതയായ ഒരു സ്ഥാനാർത്ഥിയാണ്. K മുരളീധരൻ പോലും മികച്ച എതിരാളിയെന്ന് സമ്മതിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ തന്നെ ഇടുന്നതിലൂടെ കൃത്യമായ സന്ദേശമാണ് CPM നൽകുന്നത്. ചുവപ്പ് കോട്ട തിരിച്ചു പിടിക്കണം, ഏത് വിധേനയും അതിനുള്ള മാർഗങ്ങൾ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ വജ്രായുധം വടകരയിൽ പ്രയോഗിക്കാൻ അവർ ഒരുങ്ങുന്നത്. ഒപ്പം കോഴിക്കോട് മണ്ഡലത്തിൽ എളമരം കരീമിനെ പോലെ ഏറ്റവും മുതിർന്ന കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ തന്നെ വെക്കാനാണ് ഒരുങ്ങുന്നത്. കാരണം ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് 2ലും ബേപ്പൂരിലുമൊക്കെ MLA ആയിരുന്ന, വ്യവസായ മന്ത്രിയായി ഇരുന്ന ഒരാളെ തന്നെ വെക്കുന്നതിലൂടെ കൃത്യമായ സന്ദേശം നൽകുന്നു. അപ്രതീക്ഷിതമായി കണ്ണൂരിൽ നിന്നും കോഴിക്കോടെത്തി അവരുടെ MP ആയി മാറി തുടർച്ചയായി വിജയങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന MK രാഘവനെ ഇത്തവണ നിലംപരിശാക്കണം എന്ന് തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്കറിയാം, കോഴിക്കോട് കോർപ്പറേഷൻ സമീപ പ്രദേശങ്ങളിലൊക്കെയുള്ള നിയമസഭാ മണ്ഡലങ്ങളുമൊക്കെ ഈ CPM സ്വന്തമാക്കുമ്പോഴും ഈ പാർലമെന്റ് മണ്ഡലത്തിലെ വിജയം മാത്രം CPMന് അന്യമായിരിക്കുന്ന സാഹചര്യം, അതായത് CPM വോട്ടുകൾ പോലും MK രാഘവന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത്തരമൊരു സാഹചര്യങ്ങൾ സംഘടനാ സംവിധാനത്തിലെ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയെ അണിനിരത്തി നേടുക എന്നതാണ് ഈ ഇപ്പോൾ നമ്മൾ വടകരയിലെയും കോഴിക്കോടിലെയും കാര്യം പറഞ്ഞു. ഒപ്പം തന്നെ നമുക്ക് കണ്ണൂരിലെയും
കാസർഗോഡിലെയും ഒരു ചിത്രം കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. അനീഷ്, അതായത് കണ്ണൂരിൽ നിലവിൽ KPC അധ്യക്ഷൻ കെ സുധാകരൻ മത്സരരംഗത്തേക്കില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം കാസർഗോഡ് കഴിഞ്ഞ തവണ പെരിയ കൊലപാതകവുമായി ബന്ധപ്പെട്ട്, ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ രീതിയിൽ CPM-ന് വിമർശനം നേരിടേണ്ടി വന്നു. ഒപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ, അതായത് CPM-ന്റെ ഉറച്ച കൂട്ടുകൂടിയായിട്ടുള്ള കാസർഗോഡ് നിന്ന് വിജയിച്ച കാരണം നമ്മൾ കണ്ടു. ഇത്തവണ ഈ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും അവിടുത്തെ നിലവിലെ പാർട്ടി സെക്രട്ടറിമാരെ, ജില്ലാ സെക്രട്ടറിമാരെ രംഗത്തിറക്കിക്കൊണ്ടാണ് ഒരു പോരിന് CPM ഇറങ്ങുന്നത്. തീർച്ചയായും ഇതിന് സംഘടനാ സംവിധാനത്തിലെ പാളിച്ചകൾ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലെ വോട്ടുകൾ ചോരുന്നതാണ് ഈ രണ്ട് മണ്ഡലത്തിലും തിരിച്ചടി മാറുന്നതെന്ന തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സംഘടനാ സംവിധാനത്തെ ചലിപ്പിക്കുന്ന പാർട്ടി സെക്രട്ടറിമാർ തന്നെ മത്സരിക്കുന്നത്. CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഐക്യകണ്ഠേനയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അത്തരമൊരു നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തിന് മുമ്പാകെ പറഞ്ഞത്. വിരമിച്ച ഒരു അധ്യാപകനാണ്, മികച്ച പ്രഭാഷകനാണ്, ജനകീയമായി തന്നെ മികച്ച അടിത്തറയുള്ള, ജനങ്ങളുമായി നിരന്തരമായി ആശയവിനിമയങ്ങൾ നടത്തുന്ന പാർട്ടിക്ക് ഒപ്പം ജില്ലയിലെ വോട്ടർമാർക്കുമൊക്കെ സുപരിചിതനായ ഒരു ആൾ തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ തവണ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ എത്തുകയും വിജയിക്കുകയും ചെയ്ത്. അതുകൊണ്ട് പാർട്ടി വോട്ടുകൾ ചോർച്ച പൂർണ്ണമായും ഈ പാർട്ടി സെക്രട്ടറിയെ കളത്തിലിറക്കി മത്സരിക്കുന്നതിലൂടെ ചോർച്ച തടയാൻ കഴിയുമെന്ന കൃത്യമായ പ്രതീക്ഷയുണ്ട്. ഒപ്പം മികച്ച ജനകീയ അടിത്തറയും അദ്ദേഹത്തിന്റെ ഏറ്റവും അനുകൂല ഘടകങ്ങളാണ്. എന്തായാലും കരുത്തുറ്റൊരു മത്സരത്തിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ഒപ്പം കണ്ണൂരാണ് എല്ലാ കാലത്തും കഴിഞ്ഞ കുറച്ച് നാളുകളായി CPM-ന് തലവേദനയായി മാറിയിരിക്കുന്നത്. കാരണം കെ സുധാകരൻ എന്ന സാന്നിധ്യം ഒരു വശത്ത് അനിഷേധ്യനായി നിന്ന് വിജയങ്ങൾ നേടി മുന്നോട്ട് പോകുന്ന സാഹചര്യം, അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇത്തവണ കണ്ണൂരിലില്ല. പകരം ആര് മത്സരിക്കും? ലീഗിനെ പോലുള്ള ആളുകൾ 3ാം സീറ്റ് ചോദിച്ച് മുന്നോട്ട് വരുമ്പോൾ കണ്ണൂർ സീറ്റിലാണോ അവർ കണ്ണുവെക്കുന്നത് എന്നടക്കമുള്ള ചർച്ചകൾ പോലും ഒരു വശത്ത് ഉയരുമ്പോഴാണ് MV ജയരാജനെ കളത്തിലിറക്കാൻ CPM ആലോചിക്കുന്നത്. എന്തായാലും പാർട്ടി സംവിധാനങ്ങളിലെ ചോർച്ച ഒഴിവാക്കി മുഴുവൻ പാർട്ടി വോട്ടുകളും കൃത്യമായി പെട്ടിയിൽ വീഴ്ത്താൻ കഴിയുമെന്നാണ് ഇത്തരം സ്ഥാനാർത്ഥിത്വങ്ങളിലൂടെ CPM ലക്ഷ്യം വയ്ക്കുന്നത്. തീർച്ചയായും അതാണ് വടക്കൻ കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ ഒരു പൊതുചിത്രം. അത് തന്നെയാണ്. നമ്മൾ ഇനി തെക്കൻ കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിലെ ഒരു ചിത്രം പരിശോധിക്കുമ്പോൾ ഡാൻ കുര്യനുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, അതായത് ആറ്റിങ്ങൽ നമുക്കറിയാം സമ്പത്തിലൂടെ നിരവധി തവണ ആറ്റിങ്ങൽ സംബന്ധിച്ച് CPM-ന്റെ ഉറച്ച കോട്ടയായിരുന്നു. കഴിഞ്ഞ തവണ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി, നിലവിൽ കോന്നി MLA കൂടിയായിരുന്ന അടൂർ പ്രകാശിനെ രംഗത്തിറക്കിക്കൊണ്ട് ആ സീറ്റ് UDF തിരികെ പിടിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തതാണ്. ഒരു മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷത്തോടെ കൂടി അദ്ദേഹം വിജയിച്ചു കയറുകയും ചെയ്തു. ഇത്തവണ അത് തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യം ആറ്റിങ്ങലിനെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കാം നിലവിൽ വർക്കല MLA-യും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള വി ജോയിയെ രംഗത്തിറക്കാനുള്ള ഒരു തീരുമാനമുണ്ടാകുന്നത്. ഒപ്പം തന്നെ കൊല്ലത്തേക്ക് വരുമ്പോൾ, കൊല്ലത്ത് നമുക്കറിയാം RSPയുടെ സീറ്റ് തന്നെയാണ്. RSP അവിടെ കഴിഞ്ഞ തവണ NK പ്രേമചന്ദ്രൻ 1.5 ലക്ഷത്തിലധികം വോട്ടുകളുടെ മൃഗീയമായ ഭൂരിപക്ഷത്തോടെയാണ് അവിടെ വിജയിച്ചു കയറിയത്. അതിനെതിർക്കാൻ CPM മുന്നോട്ട് വെക്കുന്നത് നിലവിലെ കൊല്ലത്തെ MLA കൂടിയായിട്ടുള്ള M മുകേഷിനെയാണ്. എങ്ങനെ നോക്കിക്കാണാം നമുക്ക് ഈ രണ്ട് സ്ഥാനാർത്ഥിത്വങ്ങളെ? തീർച്ചയായിട്ടും തെക്കൻ കേരളത്തിൽ കഴിഞ്ഞ തവണ ഉണ്ടായ തിരിച്ചടി അത് ഏത് വിധേനയും മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അഭിമാന പോരാട്ടം തന്നെയാണ് CPM ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇടത് കേന്ദ്രങ്ങൾ എല്ലാ തരത്തിലും കൂടിയാലോചനകൾക്ക് ശേഷം CPM-ന്റെ ജില്ലാ സെക്രട്ടറിയായ വി ജോയിയെ തന്നെ അദ്ദേഹത്തെ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിനെതിരെ മത്സരിപ്പിക്കണമെന്ന ഒരു കൃത്യമായ നിലപാടിലേക്ക്, തീരുമാനത്തിലേക്ക് എത്തുന്നത്. കാരണം ആറ്റിങ്ങലിൽ കൃത്യമായ വേരോട്ടമുള്ള ഒരു നേതാവാണ് വി ജോയി. അടൂർ പ്രകാശിനെതിരെ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ വി ജോയിക്ക് കരുതും. അതോടൊപ്പം സംഘടനാ സംവിധാനങ്ങൾ കൂടി കൃത്യമായി ചലിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ കൃത്യമായ ഒരു വിജയത്തിലേക്ക് തന്നെ വി ജോയിയുടെ സ്ഥാനാർത്ഥത്തിലൂടെ കൃത്യമായ ഇടത് വോട്ടുകൾ അത് കൃത്യമായി തങ്ങൾക്കൊപ്പം നിർത്തിക്കൊണ്ട് അടൂർ പ്രകാശിനെ മലർത്തിയടിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് വി ജോയിയെ ആറ്റിങ്ങലിൽ മത്സരരംഗത്ത് ഇറക്കുന്നത്. അതോടൊപ്പം തന്നെ മിഥുൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കൊല്ലത്ത് വളരെ അഭിമാന പോരാട്ടം കഴിഞ്ഞ തവണ നടന്നു. വാശിയേറിയ പോരാട്ടത്തിലാണ് NK പ്രേമചന്ദ്രൻ വലിയ ഭൂരിപക്ഷത്തിൽ കൊല്ലത്ത് നിന്ന് വീണ്ടും ലോക്സഭയിലേക്ക് എത്തിയതും. NK പ്രേമചന്ദ്രനെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് ഇടത് കേന്ദ്രങ്ങൾ ഏറെ വർഷങ്ങളായി ആകാംക്ഷയോടെ അതിനുവേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ, അതിനുവേണ്ടി നടത്തിയ നീക്കങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെയാണ് ആ പേര് കൃത്യമായി മുകേഷിലേക്ക് എത്തുന്നത്. ചലച്ചിത്ര താരം കൂടിയാണ്. മുകേഷിനെ അവിടെ മത്സരിപ്പിച്ചാൽ NK പ്രേമചന്ദ്രന്റെ കടുത്ത വെല്ലുവിളിയായി അത് മാറും. പ്രേമചന്ദ്രനെതിരെ നിർത്താൻ കഴിയുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥി മുകേഷ് തന്നെയാണ് എന്ന വിലയിരുത്തലിൽ തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. എന്തായാലും ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം
ആകുന്നതേ ഉള്ളൂ. പക്ഷേ ഈ പേരുകളൊക്കെ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ വി ജോയി ആറ്റിങ്ങലിലും എം മുകേഷ് കൊല്ലത്തും സ്ഥാനാർത്ഥികളാകും. കൃത്യമായ വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഇടത് കേന്ദ്രങ്ങൾ. ആ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് മുകേഷിനെ കൊല്ലത്ത് NK പ്രേമചന്ദ്രനെതിരെ മത്സരിപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് ഇടതു നേതൃത്വം എത്തുന്നതും. തീർച്ചയായും അതുതന്നെയാണ് തെക്കൻ കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ ഒരു പൊതുചിത്രം നൽകിയത് ഡാൻ കുര്യനായിരുന്നു. ഇനി നമുക്ക് മലബാറിലേക്ക് പോകുമ്പോൾ അവിടെ CV അനുമോദുണ്ട്. അനുമോദ്, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു പുതുമുഖ സ്ഥാനാർത്ഥി തന്നെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അതായത് ഒരു യുവനിരയെ രംഗത്തിറക്കാൻ CPM ആലോചിച്ചിരുന്നു, അത് തന്നെ നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ പൊന്നാനിയിൽ അവരുടെ മുൻ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള KS ഹംസയെ രംഗത്തിറക്കി പൊന്നാനിയിൽ നേരിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് CPM എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് അല്ലേ? ഇതിന് നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു വാർത്തയിൽ കൃത്യമായിട്ട് ഈ പാർട്ടി ചിഹ്നത്തിൽ തന്നെ പൊന്നാനിയിലും മലപ്പുറത്തും സ്ഥാനാർത്ഥികളെത്തും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പൊന്നാനിയിൽ വസീഫും മലപ്പുറത്ത് അബ്ദുള്ള നവാസിൻ്റെയും പേരായിരുന്നു. അവിടെയാണ് അപ്രതീക്ഷിതമായിട്ട് നമുക്ക് KS ഹംസയുടെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ KS ഹംസയുടെ ഒരു പേര് CPM നിർദ്ദേശിച്ചിരിക്കുന്നതായിട്ട് ഉള്ള വാർത്ത വരുന്നത്. സ്വാഭാവികമായിട്ടും KS ഹംസയെ സംബന്ധിച്ച് CPMന് നമുക്കറിയാം, കാലങ്ങളായിട്ട് പൊന്നാനിയിൽ അവർ നടത്തുന്നത് ഒരു പരീക്ഷണമാണ്. അതായത് UDFിൽ നിന്നുള്ള ആളുകളെ തന്നെ UDFിനെതിരെ ഉപയോഗിച്ചുകൊണ്ട് ആ സീറ്റ് പിടിച്ചെടുക്കാനുള്ള ഒരു പരിശ്രമമാണ് കഴിഞ്ഞ 2 തവണയായിട്ടും നമ്മൾ അവിടെ കണ്ടുള്ളത്. കാരണം V അബ്ദുറഹ്മാൻ ആവട്ടെ, അദ്ദേഹം അന്ന് കോൺഗ്രസിൻ്റെ നേതാവായിരിക്കുമ്പോഴാണ് 2014 പൊന്നാനിയിൽ മത്സരിക്കുന്നത്. PV അൻവർ കോൺഗ്രസിൻ്റെ മുൻ നേതാവാണ്, അദ്ദേഹം നിലമ്പൂർ MLA ആയിരിക്കുകയാണ് ഇവിടെ മത്സരിക്കുന്നത്. അതിന് ആ ഒരു തരത്തിലേക്കാണ് KS ഹംസയുടെ സാന്നിധ്യത്തിൽ നമ്മൾ കാണുന്നത്. KS ഹംസയുടെ ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് CPM കാണുന്ന 3 പ്രധാന പോയിന്റുകൾ: ഒന്ന്, സാമുദായിക സംഘടനകളുടെ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുമെന്നൊരു പ്രതീക്ഷ. അതായത് EK വിഭാഗവും AP വിഭാഗവും അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിലാണ് എന്നുള്ളതാണ്. അതിലുപരിയായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ലീഗിലെ ഒരു വിഭാഗം, നമുക്കറിയാം, ലീഗിലിരിക്കെ തന്നെ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും വലിയ വിമർശനം പരസ്യമായിട്ട് ഉന്നയിച്ച, അതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന വ്യക്തിയാണ് KS ഹംസ. അങ്ങനെയുള്ള KS ഹംസയുടെ സാന്നിധ്യം ലീഗിലെ തന്നെ ലീഗ് വിരുദ്ധരുടെ വോട്ടുകൾ സമാഹരിക്കാൻ ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുന്ന ഒന്നാകും എന്ന കണക്കുകൂട്ടലാണ് ഇടതുപക്ഷത്തിനുള്ളത്. നമുക്ക് ഈ മുൻപ് 2-3 തവണ ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥികളിൽ നിന്നും വ്യത്യസ്തനായിട്ട് KS ഹംസയെ കാണേണ്ടത് ലീഗിലെ വോട്ടുകൾ സമാഹരിക്കാൻ ശേഷിയുള്ള ഒരു വ്യക്തിയായിട്ട് CPM അദ്ദേഹത്തെ കാണുന്നു എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, AR നായർ ബാങ്ക് വിഷയമാകട്ടെ, അതിന് ഉപരിയായിട്ട് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പരസ്യമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച തരത്തിലുള്ള ഒരു ചരിത്രമാണ് KS ഹംസയ്ക്കുള്ളത്. അങ്ങനെ ലീഗിലെ വോട്ടുകൾ, അതായത് ലീഗിലെ ഇപ്പോഴത്തെ നേതൃത്വത്തിനെതിരായിട്ടുള്ള വോട്ടുകളെല്ലാം സമാഹരിക്കാനും അതുപോലെ സാമുദായിക വോട്ടുകൾ സമാഹരിക്കാനും KS ഹംസയുടെ സാന്നിധ്യം കൊണ്ട് KS ഹംസയെക്കൊണ്ട് സാധിക്കും എന്ന പ്രതീക്ഷയാണ് ഇടതുപക്ഷ നേതൃത്വത്തിനുള്ളത്. നേരത്തെ യുവാക്കളുടെ ഒരു പേരായിരുന്നു അവിടെ പറഞ്ഞു കേട്ടെങ്കിലും പൊന്നാനിയിൽ ഒരിക്കൽ കൂടി ഈ ഒരു സാഹചര്യത്തിനനുസരിച്ച് ഇത്തരത്തിലൊരു പരീക്ഷണത്തിന് CPM തയ്യാറാവുകയാണ്. ഇവിടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. അതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടത്. ഒപ്പം തന്നെ മലപ്പുറത്ത് നേരത്തെ അബ്ദുള്ള നവാസിന്റെ പേരായിരുന്നു പറഞ്ഞു കേട്ടിരുന്നത്, പക്ഷെ അവിടെ വസീഫിന്റെ പേരാണ് വരുന്നത്. ശരിയായിട്ടും മലബാറിലെ ഒരു പൊതുചിത്രം CB അനുമോദം നൽകിയിരിക്കുന്നു. നമ്മളിനി മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ ടോം കുര്യാക്കോസ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി എറണാകുളത്ത് ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വരുന്നു. ഒരു പുതുമുഖത്തെ രംഗത്തിറക്കാൻ CPM തീരുമാനിക്കുന്നു. അതും ഒരു വനിതയെ ഹൈബി ഈഡനെതിരെ രംഗത്തിറക്കാൻ KJ ഷൈൻ എന്ന എറണാകുളത്തെ കൗൺസിലർ കൂടിയായിട്ടുള്ള വ്യക്തിയെ മുന്നിട്ടിറക്കാൻ CPM തീരുമാനിക്കുന്നു. ഒപ്പം തന്നെ ചാലക്കുടിയിൽ നമുക്കറിയാം അന്തരിച്ച സിനിമാ താരം കൂടിയായിട്ടുള്ള ഇന്നസെന്റ് അവിടെ മുൻകാലങ്ങളിൽ വിജയിച്ചു കയറിയതാണ്. പിന്നീട് അതിൽ നിന്നും തിരികെ പിടിക്കാൻ UDFന് സാധിക്കുകയും ചെയ്തു, നമ്മൾ കാണുകയും ചെയ്തു. ആ മണ്ഡലം തിരികെ പിടിക്കാൻ, അതായത് ചാലക്കുടി തിരികെ പിടിക്കുന്നതിന് വേണ്ടി ഇത്തവണ മുൻ മന്ത്രി കൂടിയായിട്ടുള്ള രവീന്ദ്രനാഥിനെ രംഗത്തിറക്കാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. എങ്ങനെ നോക്കിക്കാണാം ഈ ഒരു 2 സ്ഥാനാർത്ഥിത്വങ്ങളെ? മിഥുൻ, എറണാകുളത്തെ CPMന്റെ സ്ഥാനാർത്ഥി, അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിട്ടാണ് KJ ഷൈൻ എന്ന KSTയുടെ
നേതാവിന്റെ പേര് ഉയർന്നു വന്നത്. അതായത് തുടക്കത്തിൽ CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ യേശുദാസ് പറപ്പള്ളി, അതോടൊപ്പം KV തോമസിന്റെ മകൾ രേഖ തോമസ് എന്നീ പേരുകളായിരുന്നു തുടക്കം മുതൽ ഉയർന്നു കേട്ടത്. അവസാന സമയം വരെ ഉയർന്നു കേട്ടത്. പക്ഷെ അപ്രതീക്ഷിതമായിട്ടാണ് KSTA നേതാവ് കൂടിയായ, അധ്യാപിക കൂടിയായിട്ടുള്ള KJ ഷൈനിന്റെ, പറവൂർ നഗരസഭാ അംഗമാണ്, അവരുടെ പേര് ഉയർന്നു വന്നത്. എന്തായാലും പക്ഷേ എറണാകുളം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് UDF-ന്, കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്. കാലാകാലങ്ങളായി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് ഇവിടെ വിജയിക്കാറുള്ളത്. അതായത് 1967 മാത്രമാണ് CPM ചിഹ്നത്തിൽ ഒരാൾക്ക് ഇവിടെ വിജയിക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഒരാളെ രംഗത്തിറക്കുന്നു എന്നൊരു അപൂർവത കൂടി ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുണ്ട്. പക്ഷേ അത് എത്രത്തോളം ആ ഒരു പരീക്ഷണം വിജയം കാണുമെന്നത് നമ്മൾ നോക്കിക്കാണേണ്ട കാര്യമാണ്. കാരണം നിലവിൽ സിറ്റിംഗ് MP ആണ് ഹൈബീഡൻ തന്നെയായിരിക്കും UDF-ന്റെ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹൈബീഡന്റെ മണ്ഡലത്തിലുള്ള ഒരു സ്വാധീനം, ഒരു ക്രൈസ്തവ വോട്ട് ബാങ്കുകൾ, ഇതൊക്കെ ഹൈബീഡിന് അനുകൂലമാണ്. പക്ഷേ മറുവശത്ത് ഈ വനിതാ വോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു നീക്കമാണ്, ഒരു പുതുമുഖത്തെ അവതരിപ്പിച്ചുകൊണ്ട് CPM ലക്ഷ്യമിടുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു മണ്ഡലത്തിന്റെ സ്വഭാവം എടുത്തു നോക്കിയാൽ എറണാകുളം ജില്ലയിലെ 7 മണ്ഡലങ്ങളാണ്, 7 നിയമസഭാ മണ്ഡലങ്ങളാണ്. അതിൽ കളമശ്ശേരിയും വൈപ്പിനും കുന്നത്തുനാടും കളമശ്ശേരിയും വൈപ്പിനും, ഈ 2 മണ്ഡലങ്ങൾ ഒഴികെ ബാക്കി മണ്ഡലങ്ങളിലെല്ലാം UDF പ്രതിനിധികളാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ UDF-ന് വലിയ സ്വാധീനമുണ്ട് എന്ന് തന്നെ കണക്കാക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം. ചാലക്കുടിയിലേക്ക് വരുമ്പോൾ നേരത്തെ മിഥുൻ സൂചിപ്പിച്ചതുപോലെ ഇന്നസെന്റ് 2014 വിജയിച്ചു വന്ന മണ്ഡലമാണ്. 2008 ചാലക്കുടി, തൃശൂർ ജില്ലയിലെ ചാലക്കുടി കേന്ദ്രീകരിച്ച് ലോക്സഭാ മണ്ഡലത്തിന്റെ രൂപീകരണം. 2009 അതായത് ഈ മണ്ഡലം ചാലക്കുടി ലോക്സഭാ മണ്ഡലം രൂപീകരിച്ച് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ UDF-നോട് വിജയിക്കാൻ കഴിഞ്ഞു. അത് തന്നെ വളരെ വ്യക്തമായ സന്ദേശമായിരുന്നു. UDF-ന് വലിയ മേൽക്കൈയുള്ള ഒരു മണ്ഡലമാണെന്ന് കൃത്യമായ സന്ദേശമായിരുന്നു. KP ധനപാലനാണ് 2009 വിജയിക്കുന്നത്. പക്ഷേ ഇന്നസെന്റിനെ രംഗത്തിറക്കിക്കൊണ്ട് ഒരു താരപരിവേഷം, ഇന്നസെന്റ് താരപരിവേഷം, അതോടൊപ്പം ജനകീയത, ഇതെല്ലാം മുൻനിർത്തിയുള്ള പോരാട്ടം. PC ചാക്കോ ചാലക്കുടിയിലേക്ക് മണ്ഡലം മാറി വരുന്നു. അങ്ങനെ പല വിവാദങ്ങളിൽപ്പെട്ട UDF-നെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടായ ഒരു മത്സരമായിരുന്നു 2014. അന്ന് ഇന്നസെന്റിന് അവിടെ വിജയിക്കാൻ കഴിയും. പക്ഷേ പിന്നീട് കോൺഗ്രസിൽ തന്നെ എറണാകുളം ജില്ലയിലെ കോൺഗ്രസിന്റെ ഏറ്റവും കരുത്തരായിട്ടുള്ള ബെന്നി ബെഹനാനെ 2019 രംഗത്തിറക്കി കോൺഗ്രസ് ആ മണ്ഡലം തിരിച്ചുപിടിക്കുന്നു. മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ബെന്നി ബെഹനാൻ അവിടെ വിജയിക്കാൻ കഴിഞ്ഞത്. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു CN രവീന്ദ്രനാഥ്, മുൻ മന്ത്രി, അദ്ദേഹത്തെ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ദൗത്യം കൂടി CN രവീന്ദ്രനാഥിന് മുന്നിലുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ജനകീയത ഒരു പരിധിവരെ വോട്ടായി മാറുമെന്നൊരു കണക്കുകൂട്ടലാണ് CPM-നുള്ളത്. പക്ഷേ മറുവശത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് എറണാകുളത്തിന് സമാനമായിട്ടുള്ളൊരു സ്വഭാവമാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന്റേതും. ക്രൈസ്തവ വോട്ടുകൾക്ക് വലിയ നിർണായക സ്വാധീനമുണ്ട്. അതോടൊപ്പം ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിലുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 മണ്ഡലങ്ങളും 4 UDF-ന് സ്വാധീനമുള്ളത്. UDF-ന്റെ സിറ്റിംഗ് MLA-മാരാണ് 3 പേരാണ് CPM-ന്റെ പ്രതിനിധികളായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരു വലിയ കടുത്തൊരു പോരാട്ടം നടത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ CPM-നെ സംബന്ധിച്ചുള്ളത്. എന്തായാലും ചാലക്കുടിയിൽ C രവീന്ദ്രനാഥിന്റെ പേര് തന്നെ നേരത്തെ മുതൽ തന്നെ ഉയർന്നു കേട്ടതാണ്. ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ CPM ഇവിടെ ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഇപ്പോൾ തന്നെ തൃശൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ, തൃശൂരിലെ 3 നിയമസഭാ മണ്ഡലങ്ങളാണ് ഈ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിലുള്ളത്. അവിടെ അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലയളവിൽ ചെയ്തിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറുമെന്നാണ് CPM കണക്ക് കൂട്ടുന്നത്. മിഥുൻ, തീർച്ചയായും അത് തന്നെയാണ് മധ്യ കേരളത്തിൽ നിന്ന് പറയാനുള്ളത്. ഒപ്പം തന്നെ എന്നോടൊപ്പം ആലപ്പുഴയിലെ സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഷർണ്യ സ്നേഹൻ വിവരങ്ങൾ നൽകും. ഷർണ്യ, കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് ആശ്വസിക്കാൻ കഴിയുന്ന ഒരു വിജയം സമ്മാനിച്ച മണ്ഡലം കൂടിയാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. പക്ഷേ അവിടെ സിറ്റിംഗ് MP കൂടിയായിട്ടുള്ള AM ആരിഫിനെ മാറ്റി മറ്റേതെങ്കിലും സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ പരിചയസമ്പന്നനായിട്ടുള്ള ഏതെങ്കിലും ഒരു നേതാവ് വരുമെന്നുള്ള കണക്കുകൂട്ടലുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ കനൽ തന്നെ ഇവിടെ മത്സരിച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനം CPM തീരുമാനിക്കുകയാണ്. ഒപ്പം തന്നെ പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ, പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ സിറ്റിംഗ് MLA ആയിരുന്ന വീണ ജോർജിനെ മത്സരരംഗത്തേക്ക് ഇറക്കുന്നത് കണ്ടു. നിലവിൽ അവിടേക്ക് തോമസ് ഐസക് വരുന്നു. പരിചയസമ്പന്നനായിട്ടുള്ള തോമസ് ഐസക്കിനെ രംഗത്തിറക്കി ആ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ഒരു ശ്രമം CPM-ന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലം എന്ന് തന്നെ ആലപ്പുഴയെ പറയാൻ കഴിയും. കാരണം
കഴിഞ്ഞ തവണ വലതു തരംഗം വലിയ തോതിൽ വന്ന സമയത്തും ആലപ്പുഴ മണ്ഡലം മാത്രമാണ് ഇടതുപക്ഷത്തിന് നിലനിർത്താൻ കഴിഞ്ഞത്. സംസ്ഥാനത്ത് തന്നെ ഇടതുപക്ഷത്തിന് ലഭിച്ച ആകെ ഒരു സീറ്റ് ആലപ്പുഴ മണ്ഡലമാണ്. പക്ഷേ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമായിരിക്കില്ല കാര്യങ്ങൾ എന്നുള്ളതാണ്. ഒന്ന്, സിറ്റിംഗ് MP എ മാരിസിനെ തന്നെയാണ് മത്സരിപ്പിക്കാനായി ഇപ്പോൾ CPM തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സിറ്റിംഗ് MP യെ പരിഗണിക്കുന്ന ഘട്ടത്തിൽ, അത് സംസ്ഥാന നേതൃത്വത്തിന്റെ പരിഗണനയോടുകൂടി സിറ്റിംഗ് MP യുടെ പേര് ഇപ്പോൾ അന്തിമഘട്ടത്തിലേക്ക് എത്തിയെന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് മുതിർന്ന നേതാക്കളിൽ ആരെങ്കിലും, ജി സുധാകരൻ, തോമസ് ഐസക് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളിൽ ആരെങ്കിലും മത്സരിക്കണമെന്നുള്ള ആവശ്യം ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ആലപ്പുഴ മണ്ഡലത്തിന്റെ ഒരു സ്വഭാവം കൂടി പരിഗണിച്ചാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷമായി, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇടതു കോട്ടയായി നിലനിൽക്കുന്ന ആലപ്പുഴയ്ക്ക് പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലൊരു മുൻതൂക്കം ഒരിക്കലും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആലപ്പുഴ മണ്ഡലം UDF-നൊപ്പം നിലകൊള്ളുന്ന മണ്ഡലമാണെന്നുള്ളതാണ്. മുൻ 2 വർഷങ്ങളിലും, അതായത് AM ആരിഫിനെ തൊട്ട് മുമ്പ് 2 വർഷങ്ങളിലും KC വേണുഗോപാലിലൂടെ കോൺഗ്രസ് നിലനിർത്തിയ മണ്ഡലം. അത്തരത്തിൽ UDF-ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ UDF-ന് മുൻതൂക്കം നൽകുകയും ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഷാനിമോൾ ഉസ്മാന്റെ AM ആരിഫ് മത്സരിച്ചപ്പോഴുള്ള കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാകും. കാരണം 9 മണ്ഡലങ്ങളിൽ 7 ഷാനിമോൾ ഉസ്മാൻ ലീഡ് ചെയ്തു എന്നുള്ളതാണ്. 2 ഇടങ്ങളിൽ മാത്രമാണ് ആരിഫിന് ലീഡ് ചെയ്യാൻ കഴിഞ്ഞത്. അത് ചേർത്തലയും ഒപ്പം തന്നെ കായംകുളവുമാണ്. ചേർത്തലയും കായംകുളവും എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന് പിന്തുണ നൽകിയിട്ടുള്ള മണ്ഡലങ്ങളാണ്. പക്ഷെ ന്യൂനപക്ഷ ഇടങ്ങളിൽ പോലും അത്തരത്തിൽ ഒരു ലീഡ് നില ഉയർത്താനായി കഴിയാത്തൊരു സാഹചര്യം ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആലപ്പുഴയിൽ പ്രത്യേകിച്ച് കടുത്ത പോരാട്ടം നടക്കുന്നൊരു ജില്ലയായാണ്, അല്ലെങ്കിൽ പാർലമെന്റ് മണ്ഡലമായാണ് ആലപ്പുഴ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആലപ്പുഴയിൽ അത്തരത്തിൽ ഒരു മുതിർന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ മറികടന്ന് പോകാൻ കഴിയുന്ന ഒരാളെ ഇറക്കണം എന്നുള്ള ഒരു ആവശ്യം ഉയർന്നിരുന്നു. പക്ഷേ അതിനെയൊക്കെ മറികടന്നാണ് സംസ്ഥാന നേതൃത്വം ഇപ്പോൾ AM ആരിഫിലേക്ക് എത്തിയിരിക്കുന്നത്. തീർച്ചയായും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആര് എന്നതിനെ സംബന്ധിച്ച് തന്നെയായിരിക്കും ഇടതുപക്ഷത്തിന്റെ വിജയത്തെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയുക. കാരണം KC വേണുഗോപാൽ, രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ളവരുടെ പേരുകൾ പറയുന്നുണ്ട്. KC വേണുഗോപാലാണ് മടങ്ങി ആലപ്പുഴയിലേക്ക് വരുന്നത്, ഏറെക്കുറെ KC ആയിരിക്കും എന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി KC വേണുഗോപാൽ വരികയാണെങ്കിൽ ആലപ്പുഴയിൽ ഇടതുപക്ഷത്തിന്റെ വിജയം അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. കാരണം കോൺഗ്രസിന് സംഘടനാ ദൗർബല്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും വ്യക്തിപ്രഭാവം കൊണ്ടും ഒപ്പം തന്നെ മറ്റ് എല്ലാ വിഭാഗങ്ങളുമായുള്ള, പ്രത്യേകിച്ച് ആലപ്പുഴ മണ്ഡലം നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ സഭയുണ്ട്, ഒപ്പം തന്നെ ന്യൂനപക്ഷങ്ങളുണ്ട്. അങ്ങനെ അത്തരം എല്ലാ വിഭാഗങ്ങളുമായും ചേർന്ന് പോകുന്ന ആളാണ് KC വേണുഗോപാൽ. അങ്ങനെ ആരാണ് എതിർ സ്ഥാനാർത്ഥി എന്നതിനെ സംബന്ധിച്ചായിരിക്കും തീർച്ചയായും മത്സരം നടക്കുക. എന്തായാലും UDF മുൻതൂക്കമുള്ള മണ്ഡലത്തിൽ LDF ഇപ്പോൾ നിലനിൽക്കുമ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ UDF വിജയത്തിലേക്ക് എത്തുമോ അതോ LDF പിടിച്ചെടുക്കുമോ എന്നുള്ള ആകാംക്ഷ നിറഞ്ഞ നാളുകൾ തന്നെയാണ് വരും ദിവസങ്ങളിൽ ആലപ്പുഴയിൽ. തീർച്ചയായും അത് തന്നെയാണ് ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹിജൻ പങ്കുവെക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് CPM-ന് ഏക ആശ്വാസമായിട്ടുള്ള 2019 ലോക്സഭ തെരഞ്ഞെടുപ്പിൽ നേടിയ ആ സീറ്റ് തിരികെ കോൺഗ്രസ് പിടിച്ചെടുക്കുമോ എന്നുള്ള ആകാംക്ഷയിൽ തന്നെയാണുള്ളത്. ഏതായാലും AM ആരിഫ് തന്നെ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള പട്ടിക തന്നെയാണ് ഇപ്പോൾ CPM പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നത്. എന്നോടൊപ്പം TG സജിത്തും ഒപ്പം തന്നെ S ലല്ലുവും ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. ഇരുവരോടും കൂടി, അതായത് നിങ്ങൾ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 2 വ്യക്തികൾ തന്നെയാണ്. അതുകൊണ്ട് നോക്കിക്കാണുമ്പോൾ കഴിഞ്ഞ തവണത്തെ 2019 മൃഗീയ തോൽവി ഒരു കനത്ത തോൽവി തന്നെയായിരുന്നു. CPM പോലും അത്രയും വലിയൊരു തോൽവി പ്രതീക്ഷിക്കുകയും ചെയ്തില്ലായിരുന്നു. പക്ഷേ AM ആരിഫ് മാത്രമായിരുന്നു, അല്ലെങ്കിൽ AM ആരിഫിലൂടെ മാത്രമായിരുന്നു ഒരു ചെറിയ ആശ്വാസം CPM-ന് കൈക്കൊള്ളാൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ ഇത്തവണ ഈ 2021 അതായത് കേരള ചരിത്രം നോക്കുമ്പോൾ തന്നെ ഒരു തുടർഭരണം ഉണ്ടാകുന്നത് ഇത്തവണയായിരുന്നു. അങ്ങനെ ഉള്ള കൂടുതൽ മേൽക്കൈ നേടിക്കൊണ്ട് തുടർഭരണം നേടാൻ വരെ CPM-ന് സാധിച്ചു, LDF-ന് സാധിച്ചു എന്നുള്ളത് ഒരു വശത്ത് നിൽക്കുന്നു. പക്ഷേ ലോക്സഭാ മണ്ഡലത്തിലെ അല്ലെങ്കിൽ ലോക്സഭയിലെ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ നോക്കുമ്പോൾ അതല്ല ചിത്രമെങ്കിൽ പോലും തന്നെ ഇത്തവണ ഒരു പരിചയസമ്പന്നരായിട്ടുള്ള നിരവധി നേതാക്കളെ മുൻനിർത്തി ഈ സീറ്റുകളൊക്കെ തിരികെ പിടിക്കാമെന്നുള്ളൊരു ലക്ഷ്യം CPM-നുണ്ട്. ആ ഒരു കണക്കുകൂട്ടൽ അത് എത്രത്തോളം ശരിയാണ്? ഈ സ്ഥാനാർത്ഥി പട്ടികയെ നമുക്ക് എങ്ങനെ നോക്കിക്കാം? മിഥുൻ സൂചിപ്പിച്ച പോലെ തന്നെയാണ്. കാരണം ഈ 19-1 എന്ന അമ്പയെ അടിപറ്റിയ സാഹചര്യത്തിൽ നിന്നും തിരിച്ചു വരുമോ എന്നാണ് പ്രതീക്ഷ. ലല്ലുവിൻ്റെ കൂടി അഭിപ്രായം നമുക്കറിയാം. ഈ ശക്തിയിടങ്ങളിലെ അപ്രതീക്ഷിത നഷ്ടം, അത് നമുക്ക് എണ്ണിപ്പറഞ്ഞാൽ കാസർഗോഡ് മുതൽ ആലത്തൂരും പാലക്കാടും അങ്ങനെ കുറേ ഇടങ്ങളുണ്ട്.
ഇത് യഥാർത്ഥത്തിൽ തിരിച്ചു പഠിക്കുക എന്ന ആഗ്രഹത്തിന് മുൻനിർത്തിയുള്ള ഒരു പട്ടികയായിട്ട് ഇതിനെ കാണാൻ പറ്റുന്നുണ്ടോ? ചിലയിടങ്ങളിലെങ്കിലും വീഴ്ചയുണ്ടോ? തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹം മാത്രമല്ല, എനിക്ക് തോന്നുന്നു തിരിച്ചു പിടിക്കണമെന്ന് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ആലോചനകൾക്ക് ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് പല മണ്ഡലങ്ങളിലും CPM സർവേ അടക്കം നടത്തി തീരുമാനിച്ച സ്ഥാനാർത്ഥി പട്ടികയാണിതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൈറ്റ് ചോദിച്ച പോലെ ചിലയിടങ്ങളിലും വീഴ്ചയുണ്ട് എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നാവുന്ന തരത്തിലുള്ള ചില പ്രതിഷ്ഠ പ്രഖ്യാപനങ്ങളും ഇതിനകത്തുണ്ട്. പക്ഷേ ഒറ്റനോട്ടത്തിൽ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പരമാവധി സീറ്റുകൾ നമുക്കറിയാം, അധിക സംസ്ഥാനങ്ങളില്ല CPMന് അവരുടേത് എന്ന് പറയാൻ. ബംഗാളിലായാലും ത്രിപുരയിലായാലും പഴയതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ സ്ഥിതിയാണ്. അപ്പോൾ പ്രതീക്ഷ ഉള്ള ഒരു സംസ്ഥാനം എന്നുള്ളത് കേരളം തന്നെയാണ്. കേരളത്തിൽ നിന്ന് പരമാവധി സീറ്റുകൾ പാർലമെൻറ്റിൽ പരമാവധി എംപിമാരെ പാർലമെൻറ്റിൽ എത്തിക്കാൻ തന്നെയാണ്, അല്ലെങ്കിൽ ഇത്രയധികം നേതാക്കളെ, MLA-മാരെ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ, പോളിറ്റ് ബ്യൂറോ മെമ്പർ, മത്സരിക്കുന്നവരുടെ പട്ടിക എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നുണ്ട്. MLA-മാർ മത്സരിക്കുന്നു. KK ശൈലജ, ജോയി, മുകേഷ്, 3 MLA-മാർ പട്ടികയിലുണ്ട്. പക്ഷേ എനിക്ക് ഇടയ്ക്ക് തോന്നി ഇതൊരു സീനിയോറിറ്റി ഈ പട്ടിക ഇച്ചിരി കൂടിപ്പോയെന്നൊരു സംശയം. ഈ തലമുതിർന്ന നേതാക്കൾ എന്ന് പറഞ്ഞാൽ വല്ലാതെ മുതിർന്ന നേതാക്കൾ എന്ന് മാറ്റി പറയേണ്ട തരത്തിൽ ഒരു പോളിറ്റ് ബ്യൂറോ അംഗം, 4 കേന്ദ്ര കമ്മിറ്റി, അതായത് ഇളമരം കരീം, KK ശൈലജ, ഡോക്ടർ തോമസ് ഐസക്, K രാധാകൃഷ്ണൻ, കേരളത്തിലെ 4 കേന്ദ്ര കമ്മിറ്റി പ്രമുഖരായ 4 കേന്ദ്ര കമ്മിറ്റിമാർ, പോളിറ്റ് ബ്യൂറോ അംഗമായ വിജയരാഘവൻ, ഇവരെല്ലാം മത്സരരംഗത്തേക്ക് ഇറങ്ങുകയാണ്. ഇവരെല്ലാം മത്സരിപ്പിച്ചുകൊണ്ട് ഈ 19-1 എന്നുള്ള നിലയ്ക്ക് മാറ്റമുണ്ടാക്കുക എന്നുള്ള തീരുമാനം തന്നെയാണ്. എനിക്ക് തോന്നുന്നു വളരെ നേരത്തെ തന്നെ CPM തയ്യാറെടുപ്പ് തുടങ്ങിയതാണ്. ഇതിനകത്ത് അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെന്ന് ഞാൻ കരുതുന്നത് ഒരുപക്ഷെ പാലക്കാട് വിജയരാഘവൻ്റെ സ്ഥാനാർത്ഥിത്വം എനിക്ക് തോന്നുന്നു CPMകാർ ഒരു പ്രതീക്ഷിത സ്ഥാനാർത്ഥിത്വമാണ്. ഞാൻ ഇന്നലെ പാലക്കാട്ടെ ഒരു സാഹചര്യം അറിയാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചു. അപ്പം പാലക്കാട്ടുകാർ, അതായത് അവിടുത്തെ പാർട്ടിക്കാർ യഥാർത്ഥത്തിൽ ആവശ്യപ്പെട്ടത് M സ്വരാജിനെ പോലെ ഒരു യൂത്തിൻ്റെ മുഖമാണ്. അവർ പറയുന്നത് അതാണെങ്കിൽ അല്പം കൂടെ സാധ്യത ഉണ്ടായിരുന്നു എന്നതാണ്. അങ്ങനെ ഒരു ആലോചന വേണമെങ്കിൽ CPMന് നടത്താമായിരുന്നു. അതും അതിനകത്തൊരു കാര്യം കഴിഞ്ഞ തവണ ഈ തരംഗത്തിൽ ജയിച്ച അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ജയിച്ച VK ശ്രീകണ്ഠൻ അല്ല 5 വർഷത്തിനിപ്പുറം അവിടുത്തെ MP ആയ VK ശ്രീകണ്ഠൻ എന്നുള്ള വളരെ വലിയ വ്യത്യാസമുണ്ട്. ആ ശ്രീകണ്ഠൻ്റെ ഒരു പ്രവർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ മണ്ഡലം മുഴുവൻ നടന്ന് ഇപ്പോൾ നിലവിൽ UDFൻ്റെ ജനകീയരായ MPമാരുടെ കൂട്ടത്തിലാണ് ശ്രീകണ്ഠൻ്റെ സ്ഥാനം. ആ ശ്രീകണ്ഠനെയാണ് നിങ്ങൾക്ക് 5 വർഷത്തിനിപ്പുറം നേരിടേണ്ടി വരുന്നത്. അപ്പോൾ ശ്രീകണ്ഠനെ നേരിടാൻ സ്വാഭാവികമായും CPMൻ്റെ തലമുതിർന്ന നേതാവാണ്, പോളിറ്റ് ബ്യൂറോ അംഗമാണ് വിജയരാഘവനെങ്കിലും ശ്രീകണ്ഠനെ നേരിടാൻ വിജയരാഘവൻ മതിയോ എന്നൊരു സംശയം CPM ഘടകങ്ങൾ. വിജയരാഘവൻ ഒരുപക്ഷെ 1989 പുള്ളി അവിടെ MP ആയിരുന്നു എന്നൊരു ഇതുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ പുള്ളി ആ ജില്ലക്കാരനല്ല, മലപ്പുറം ജില്ലക്കാരനാണ്. അങ്ങനെ പല ഘടകങ്ങളും തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ പ്രതികൂലമാകുമെന്നൊരു പ്രശ്നമുണ്ട്. ഇതിനെല്ലാത്തിനും ഉപരി നമ്മൾ ഈ ചർച്ചയൊക്കെ നടത്തുമ്പോഴും വിവരങ്ങൾ ഈ പുറത്ത് വരുമ്പോഴും ഇനിയിപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അവിടെ ഇനി ഈ പട്ടികയ്ക്ക് മാറ്റം വരുമെന്നറിയില്ല. പക്ഷേ നിലവിലെ മത്സരം ഇപ്പം ആറ്റിങ്ങൽ ജോയിയുടെ സ്ഥാനാർത്ഥി നമുക്കറിയാം. വർക്കല കഹാർ എന്ന അധികായൻ്റെ തേരോട്ടത്തിൻ്റെ അന്ത്യം കുറിച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. വളരെ വലിയ ഭൂരിപക്ഷത്തിൽ വർക്കല മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് 2 തവണ MLA ആയ ഒരാളാണ്. പിന്നെ മണ്ഡലം വളരെ കൃത്യമായിട്ടറിയാം. സാമുദായിക ഘടകങ്ങൾ വളരെ അനുകൂലമായ നിലവിൽ CPMൻ്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന ജില്ലയിലെ ഏറ്റവും കരുത്തനായ നേതാവാണ്. CPMൻ്റെ ഒരു ജനകീയ മുഖം കൂടിയാണ് ജോയി. സ്വാഭാവികമായും അടൂർ പ്രകാശം പറഞ്ഞു കേൾക്കുന്നതനുസരിച്ച് V മുരളീധരൻ മത്സരിക്കുന്ന ആറ്റിങ്ങലിലേക്ക് ജോയിയുടെ സ്ഥാനാർത്ഥിത്വവും തീവർപ്പൻ മത്സരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഈ പട്ടികയിൽ ഇപ്പോഴത്തെ വധചിത്രത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും തീവാർന്ന പട്ടിക മത്സരം നടക്കാനുള്ള ഇടങ്ങൾ നമുക്ക് എങ്ങനെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും? ഇവിടുന്ന് ഇപ്പം നിലവിൽ ഇത് അന്തിമമാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചുള്ള ഈ പട്ടികയിൽ ആറ്റിങ്ങൽ ഉഗ്രം മത്സരം നടക്കുന്ന സ്ഥലമാണ്. കൊല്ലത്ത് മത്സരം നടക്കുമെന്നാണ് ഒരു പ്രതീക്ഷ. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിക്കുന്നത് എന്തുകൊണ്ട് മുകേഷ് എന്നൊരു ചോദ്യത്തിന് വളരെ കൃത്യമായ ഉത്തരം കൊല്ലത്തെ CPMനുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ തെക്കൻ ജില്ലകളിലെ ഇഴവ് വോട്ടുകളിലേക്ക് LDFും CPMും കണ്ണുവച്ചിരിക്കുന്നത് നമ്മൾ വളരെ കൃത്യമാണ്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം കൊല്ലത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളും, ഇപ്പം ശ്രീനാരായണ യൂണിവേഴ്സിറ്റി അടക്കമായാലും ശ്രീനാരായണ സാംസ്കാരിക സമുച്ചയം അടക്കമായാലും ആ സമുദായത്തെ, ആ വിഭാഗത്തിലെ വോട്ടർമാരെ കൂടെ നിർത്താനുള്ള സകല പണികളും CPM അവിടെ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ കൊല്ലംകാരനാണ്, ഞാൻ മണ്ഡലംകാരനാണ്.
വളരെ കൃത്യമായി CPM അവിടെ ചെയ്തിട്ടുണ്ട്. വളരെ കൃത്യമായി CPM ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CPM അവിടെ കൃത്യമായ പരിശോധനകളുമെല്ലാം നടത്തിയിട്ടാണ്. ഈ BJP സ്ഥാനാർത്ഥിയായി കുമ്മനം വന്നാൽ കൃത്യമായ മത്സരം, അതെ, ഉഗ്ര മത്സരം നടക്കും. ഈ പറഞ്ഞ പോലെ അവിടെ ഈ സമുദായ സമവാക്യങ്ങൾ വളരെ നിർണായകമാകുന്ന ഒരു സ്ഥലം കൂടിയാണ് കൊല്ലം. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഈ നായർ സമുദായത്തിൻ്റെ വോട്ടുകളിലേക്ക് വരുന്ന, അല്ലെങ്കിൽ കുറേ വോട്ടുകൾ UDFിലേക്കും കുറേ വോട്ടുകൾ BJPയിലേക്കും ഷിഫ്റ്റായി പോവുക പതിവാണ്. പിന്നെ എപ്പോഴും LDFന് വോട്ട് ചെയ്യുന്ന നായർ വിഭാഗത്തിൽ, അല്ലെങ്കിൽ നായർ സമുദായത്തിലെ വിഭാഗം എപ്പോഴും LDFന് തന്നെ വോട്ട് ചെയ്യും എന്നുള്ളൊരു കണക്കുകൂട്ടൽ അവർക്കുണ്ട്. ഈ വോട്ടുകൾ പരമാവധി, ഇപ്പം ആറ്റിങ്ങലിലെ സ്ഥിതി അതാണ്, പരമാവധി ഈഴവ സമുദായത്തിൽപ്പെട്ട വോട്ടുകൾ അവരോടൊപ്പം നിർത്താനുള്ളൊരു ഒരു ശ്രമം. കാരണം ഏറ്റവും കൂടുതൽ വോട്ടുകൾ അവിടെ BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് ആ സമുദായത്തിലാണെന്നൊരു തിരിച്ചറിവ് ഉണ്ട്. പിന്നെ ഒരു മത്സരം നടക്കുന്ന മണ്ഡലമായി ഞാൻ കാണുന്നത് വടകരയാവും. വടകര എന്ന് പറഞ്ഞാൽ CPMലെ ഏറ്റവും വലിയ ജനകീയ മോഹങ്ങളിലൊന്നായ KK ശൈലജയും കോൺഗ്രസിലെ ജനകീയ മോഹങ്ങളിലൊന്നായ K മുരളീധരനും തമ്മിലുള്ള പോരാട്ടം. എല്ലാ കണ്ണുകളും സ്വാഭാവികമായി ലോക്സഭ. അല്പസമയം മുമ്പ് നമ്മുടെ അനീഷ് ലൈവിൽ പറയുകയായിരുന്നു, രാവിലെ മാധ്യമങ്ങളെ കണ്ട മുരളീധരൻ തനിക്കെതിരെ വരുന്ന സ്ഥാനാർത്ഥി കരുത്തയാണ് എന്ന് അംഗീകരിച്ചിട്ടുണ്ട്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. കാരണം K മുരളീധരൻ കഴിഞ്ഞ തവണ വടകരയിലേക്ക്, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ അതേ സാഹചര്യം തന്നെയാണ്. കാരണം മുസ്ലിം ലീഗാണ് K മുരളീധരനെ ക്ഷണിച്ച് വടകരയിലേക്ക് കൊണ്ടുപോയി. കഴിഞ്ഞ മുരളീധരൻ്റെ ഏറ്റവും കൂടുതൽ പണിയെടുത്ത ലീഗുകാരാണ്. ആ മണ്ഡലം K മുരളീധരൻ്റെ ഒരു പ്രവർത്തന ശൈലിയും സ്വഭാവവും നമുക്കറിയാം. ഒരു മണ്ഡലത്തിൽ ജയിച്ചാൽ ആ മണ്ഡലം തൻ്റേതാക്കുന്നൊരു ശീലം, ഒരു പ്രവർത്തന രീതിയാണ് മുരളീധരൻ്റേത്. അദ്ദേഹം കഴിഞ്ഞ 5 കൊല്ലം വടകരക്കാരനായിരുന്നു. അവിടേക്ക് CPMൻ്റെ ഏറ്റവും ജനകീയ മുഖങ്ങളിലൊന്നായ KK ശൈലജ ചെല്ലുകയാണ്. നമുക്കറിയാം KK ശൈലജയെ ഈ പ്രത്യേകിച്ച് നമുക്കൊരു മണ്ഡലത്തിനും, കേരളത്തിലൊരു മണ്ഡലത്തിന് അവതരിപ്പിക്കേണ്ട കാര്യമില്ലാത്ത തരത്തിലുള്ള ഒരു നേതാവാണ്. ശൈലജയും മുരളീധരൻ തമ്മിലുള്ള പോരാട്ടമായിരിക്കും ഒരുപക്ഷെ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഗ്ലാമർ പോരാട്ടമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വടകരയിലെ CPM സ്ഥാനാർത്ഥി നേരിടുന്നത് TP വധം, TPയുടെ രക്തസാക്ഷിത്വം എന്ന ഒരു വലിയ വെല്ലുവിളി, രാഷ്ട്രീയ ചോദ്യമായി നിൽക്കുന്നത്. KK ശൈലജയ്ക്ക് ഒരു പരിധിവരെ ടാക്കിൾ ചെയ്യാൻ പറ്റി. ഈ പാർട്ടിക്കപ്പുറമായ ഒരു അംഗീകാരവും വ്യക്തിബന്ധങ്ങളും ഒക്കെ ഉള്ളൊരു നേതാവാണ് KK ശൈലജ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ശൈലജ ടീച്ചർ ആളുകളായിട്ട് ഇടപെടുന്ന രീതിയായാലും, ശൈലജ ടീച്ചർ ആളുകൾ കാണുന്ന രീതിയായാലും, ശൈലജ ടീച്ചർ സ്വീകരിച്ചിട്ടുള്ളൊരു രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ P ജയരാജൻ കൊടുത്ത മത്സരത്തിനേക്കാളും ശക്തമായ മത്സരമായിരിക്കും KK ശൈലജ K മുരളീധരന് കൊടുക്കുന്നുള്ളത് 100% ഉറപ്പാണ്. ഞാൻ ഇത് നമ്മൾ പറഞ്ഞു വന്നപ്പോഴേ, പത്തനംതിട്ട നമ്മളറിയാം, തോമസ് ഐസക് അദ്ദേഹം മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി തീരുമാനപ്രകാരം മത്സരിച്ചില്ല. അദ്ദേഹത്തിന് സംഘടനാ ചുമതലയുള്ള ജില്ല പത്തനംതിട്ടയാണ്. പക്ഷേ ഐസക് ഒരു സംഘടനാ ചുമതലയുള്ള ഒരു ഇടപെടലിനപ്പുറം തുടർച്ചയായി നമ്മൾ വിളിക്കുമ്പോഴെല്ലാം പത്തനംതിട്ടയിലാണ് ഓരോ പരിപാടിയും ക്യാമ്പയിനുമായിട്ട്. ഐസക് ഇത് മുന്നിൽ കണ്ടിരുന്നു. ഉറപ്പായും തോമസ് ഐസക്, നമുക്കറിയാം ഏറ്റവും അവസാനം അവിടെ തിരുവല്ലയിൽ മറ്റേ പ്രവാസി സംഗമം എന്നുള്ള വളരെ ഒരു 3-4 ദിവസം നീണ്ടിരിക്കുന്ന വലിയ പരിപാടിയുടെ അമരക്കാരനായിട്ടാണ് നമ്മൾ അവസാനം തോമസ് ഐസക്കിനെ കാണുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ കാര്യത്തിന് വിളിക്കുമ്പോഴെല്ലാം പത്തനംതിട്ടയാണ്. എനിക്ക് തോന്നുന്നു വളരെ നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ഐസക്കിന് കിട്ടിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഒരാൾ സംഘടനാ ചുമതലയുള്ള പാർട്ടി സെൻറ്ററിലൊക്കെ പ്രവർത്തിക്കേണ്ട ഒരാൾ വളരെ കൃത്യമായി പത്തനംതിട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. മറ്റൊരു കാര്യമുണ്ട് സൈത്ത്, നമുക്കറിയാം CPMുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ സഭാ നേതാക്കളുമായി, വിവിധ സഭാ നേതൃത്വവുമായി ഏറ്റവും അടുത്ത് ബന്ധം പുലർത്തുന്ന നേതാക്കളിൽ ഒരാളാണ് തോമസ് ഐസക്. കാരണം ഐസക്കിനെ നമുക്കറിയാം, അദ്ദേഹം ഒരു സമവായത്തിൻ്റെ മുഖമായിട്ടാണ് പൊതുവേ CPMൽ അദ്ദേഹത്തെ നമ്മൾ കാണുന്നത്. ആളുകളുമായിട്ടും അങ്ങനെ ഇടപെടുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഈ കുടുംബശ്രീ അടക്കമുള്ള സംവിധാനങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അടുപ്പവും അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ പത്തനംതിട്ട പിടിക്കാൻ തോമസ് ഐസക്കിനെ നിയോഗിക്കാൻ കാരണം. എനിക്ക് തോന്നുന്നു ഈ PC ജോർജ് രാഷ്ട്രീയ പ്രതിയോഗിയായി പത്തനംതിട്ടയിൽ വരാൻ സാധ്യതയുള്ള ഒരു ആൾ PC ജോർജ് ആണല്ലോ ഐസക്കിനെതിരെ. കാരണം BJP സ്ഥാനാർത്ഥിയായിരിക്കും. അപ്പം ഐസക് വരുമ്പോൾ ഐസക് ഒരു വരുത്തനാണ് എന്നൊരു ഇമേജ് ആദ്യം തന്നെ PC ജോർജ് കഴിഞ്ഞ ദിവസം സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം ആലപ്പുഴക്കാരൻ ഇവിടെ വരുന്നത് എന്തിനാന്ന് ചോദിക്കുന്നു. ആലപ്പുഴയും അങ്ങനെയാണെങ്കിൽ ആലപ്പുഴയും പത്തനംതിട്ട തമ്മിലുള്ള ദൂരത്തെക്കാളും ആലപ്പുഴയും പത്തനംതിട്ട പൂഞ്ഞാറ് തമ്മിലുള്ള ദൂരം, പൂഞ്ഞാറ് എന്ന് കോട്ടയിലൂടെ ഏതോ ഒരറ്റത്ത് കിടക്കുന്ന സ്ഥലമാണ്. അവിടെ പത്തനംതിട്ട മണ്ഡലമാണ്. അപ്പോൾ അതുകൊണ്ട് പരുത്തനം എന്ന് പറയുമ്പോൾ ഐസക്കിന് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ മറുപടി ആലപ്പുഴയിൽ നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് ഉള്ള ദൂരവും പൂഞ്ഞാറിൽ നിന്ന് പത്തനംതിട്ടയിലേക്കുള്ള ദൂരവും നമ്മൾ പറയുക എന്നുള്ളതായിരിക്കും. പക്ഷേ ഞാനീ പറഞ്ഞ പോലെ ഏറ്റവും കൃത്യമായി ഈ സഭാ നേതൃത്വവുമായിട്ടുള്ള ബന്ധം ഉപയോഗിക്കാൻ കഴിയുന്ന നേതാക്കളിൽ ഒരാൾ തോമസ് ഐസക് ആണ്. CPM
എനിക്കൊരു സംശയമുണ്ട്. അതിന് മുമ്പ് എനിക്ക് ബിനോഷിനോട് ഒരു സംശയം. ബിനേഷ്, ഈ പട്ടിക പരിശോധിക്കുമ്പോൾ പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടുന്ന 2 മണ്ഡലങ്ങൾ, പാലക്കാട് ലോക്സഭാ മണ്ഡലവും ആലത്തൂർ തൃശ്ശൂരും പാലക്കാടുമായിട്ടാണല്ലോ നിൽക്കുന്നത്. ഈ രണ്ടിടത്തെയും ഞങ്ങൾക്കുണ്ടായ ഒരു സംശയം, ഒന്ന് പാലക്കാട് വിജയരാഘവൻ മതിയാകുമോ? അങ്ങനെയാണോ പ്രാദേശിക വികാരം? അതല്ലായിരുന്നു വികാരമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പിന്നെ എന്താണ് ലിസ്റ്റ് ഇങ്ങനെയായി പോകുന്നത്? സജിത്ത്, കുറച്ചു മുമ്പ് ലല്ലു പറഞ്ഞതിലൊരു ശരിയുണ്ടെന്നല്ല, അത് പൂർണ്ണമായും ശരിയാണ്. കാരണം VK ശ്രീകണ്ഠൻ പഴയ VK ശ്രീകണ്ഠനല്ല. അയാൾ DCC പ്രസിഡന്റ് ആയതിനു ശേഷം പിന്നീട് MP ആവുകയായിരുന്നു. MP ആയതിനു ശേഷം ഈ പാലക്കാട് മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും എത്താൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട്. പരമാവധി പരിപാടികൾ, ലളിതമായ പരിപാടികളാണെങ്കിലും വലിയ പരിപാടികളാണെങ്കിലും അവിടെയെല്ലാം തന്നെ സാന്നിധ്യം അറിയിക്കാറുണ്ട്. അത് സമുദായ സംഘടനകളുടെ പരിപാടികൾ, ഉത്സവങ്ങളും നേർച്ചകളും ഇത്തരം പരിപാടികളിലെല്ലാം തന്നെ അദ്ദേഹം സജീവ സാന്നിധ്യമാണ്. ഇങ്ങനെ ആളുകൾക്കിടയിൽ വലിയൊരു സ്വാധീനം ചെലുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വിജയരാഘവനെ പോലെയുള്ള ഒരാൾ എത്തുകയാണെങ്കിൽ VK ശ്രീകണ്ഠന് തന്നെയായിരിക്കും മുൻതൂക്കം എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം വിജയരാഘവനെ കുറച്ച് കാണേണ്ടതില്ല, പക്ഷേ അദ്ദേഹം ശക്തനായ സ്ഥാനാർത്ഥിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എങ്കിൽ പോലും ഒരു പടിയെങ്കിലും VK ശ്രീകണ്ഠൻ തന്നെ മുന്നിൽ നിൽക്കാൻ തന്നെയാണ് സാധ്യത. കാരണം നേരത്തെ ചർച്ചയിൽ ഞാൻ കേട്ടിരുന്നു, M സ്വരാജിൻ്റെ പേര് ഉൾപ്പെടെ വന്നതാണ്. കാരണം M സ്വരാജിനെ പോലുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ മുസ്ലിം വോട്ടുകളിലും നല്ലൊരു ശതമാനം വോട്ട് ശേഖരിക്കാൻ കഴിയും. കാരണം പലസ്തീൻ വിഷയത്തിലെല്ലാം തന്നെ വളരെ വ്യക്തവും ശക്തവുമായ നിലപാട് സ്വീകരിച്ച ആളാണ് M സ്വരാജ്. അതുകൊണ്ട് തന്നെ M സ്വരാജിൻ്റെ പേര് ഉൾപ്പെടുത്തണം എന്നുള്ളൊരു ആവശ്യം ഉണ്ടായിരുന്നു. ഈ വിജയരാഘവനുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടിയ സമയത്ത് വിജയരാഘവനെ എതിർത്ത് 2 അംഗങ്ങൾ സംസാരിച്ചതും കൂടെ ഉണ്ടായിരുന്നു. കാരണം വിജയരാഘവൻ അല്ല ഇപ്പോൾ വേണ്ടത്, ഇവിടെ ജയിക്കണമെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു സ്ഥാനാർത്ഥി വേണം എന്നുള്ളൊരു അഭിപ്രായം CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നതാണ്. എന്തായാലും ശക്തമായ മത്സരം തന്നെയായിരിക്കും പാലക്കാട്. വിനേഷ് ഒന്ന് തുടരുക, എനിക്ക് ആലത്തൂരെ വിശേഷം കൂടി ഒന്ന് അറിയേണ്ടതുണ്ട്. അതിനു മുമ്പ് ഈ വിനേഷ് പറയുന്നത് വിജയരാഘവനേക്കാൾ മികച്ചൊരു സ്ഥാനാർത്ഥി അവിടെ കണ്ടെത്താമായിരുന്നു CPM എന്നാണ്. അത് തന്നെയാണ് നമ്മളും പറഞ്ഞു സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ്. കാരണം നമ്മൾ ഈ സൈറ്റ് പറഞ്ഞ പോലെ നമ്മൾ ഈ ഓരോ മണ്ഡലങ്ങളിലെയും സാധ്യതകളും ഈ വളരെ നേരത്തെ നമ്മൾ പരിശോധിച്ചാണ് ആരൊക്കെയാവും സ്ഥാനാർത്ഥികളെന്ന് അറിയാനുള്ളൊരു കൗതുകം. സ്വാഭാവികമായിട്ടും നമ്മളൊരു മാധ്യമപ്രവർത്തകരാകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ നമ്മളൊരു അവിടെ നമുക്കുള്ള ബന്ധങ്ങളൊക്കെ നമ്മൾ വിളിച്ചു ചോദിക്കാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ M സ്വരാജിൻ്റെ പേരൊക്കെ വളരെ സജീവമായി ഒരു ഘട്ടത്തിൽ പരിഗണനയിലുണ്ടായിരുന്ന സ്ഥലമാണ് പാലക്കാട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേറെ ചില യുവ നേതാക്കളുടെ പേര്, ആർഷോ അടക്കമുള്ള ആളുകളുടെ പേരൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ വിജയരാഘവനിലേക്ക് പോകാനുള്ള ഒരു പോളിറ്റ് ബ്യൂറോ ഒരു മെമ്പർ എന്നുള്ളതിനപ്പുറത്തേക്ക് എന്താണ് CPM-ൻ്റെ മനസ്സിലെന്ന് ഇനിയും അദ്ദേഹത്തിന് അങ്ങനെ ഒരു പരിചയമുള്ള സ്ഥലമാണോ പാലക്കാട്? ഒരുപാട് ചോദ്യങ്ങൾ ഇതുമായി പരിശോധിക്കുമ്പോൾ ഒരു പിടി യുവ നേതാക്കളെ ഇപ്പോഴും പുറത്തിരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആർഷോ പോലെ SFIയുടെ സെക്രട്ടറിയാണ്, DYFIയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് സീറ്റില്ല, അദ്ദേഹം പ്രസിഡന്റ് മത്സരിക്കുന്നുണ്ട്, അത് വസ്തുതയാണ്. എന്നിരുന്നാൽ പോലും ഒരു പിടി യുവ നേതാക്കളെ പുറത്തിരുത്തിക്കൊണ്ട് ലോക്സഭയിലേക്ക് ഒരു സീനിയർ നിരയെ വിടുകയാണ്. ഇനി അവരെ മാറ്റിയിരുത്തിയത് നിയമസഭ എന്ന ലക്ഷ്യമായിരിക്കാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM പറ്റിയൊരു തന്ത്രമുണ്ട് അല്ലേ? നമുക്ക് മനസ്സിലാക്കാവുന്ന എവിടെയെല്ലാം ഈ പുതുമുഖങ്ങൾ ഒരുപാട് പേര് മത്സരിച്ച് നിയമസഭയിലേക്ക് വന്നൊരു തെരഞ്ഞെടുപ്പാണ്. സീനിയർ നേതാക്കൾ നമ്മൾ പ്രതീക്ഷിച്ച പലരും, ഇപ്പോൾ G സുധാകരനായാലും തോമസ് ഐസക്കായാലും അതുപോലെ തന്നെ EP ജയരാജനായാലും അങ്ങനെയുള്ള ഒരുപാട് പേര് മത്സരരംഗത്ത് നിന്ന് മാറി നിന്നിട്ട് പകരം ആളുകൾ വന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കുറച്ചുകൂടി പണി CPM എടുക്കേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മത്സരത്തിലേക്ക് കുറച്ചുകൂടി യുവ നേതാക്കളെ കൊണ്ടുവരാനുള്ളൊരു ആലോചനയായിരിക്കും CPM-ൻ്റെ മനസ്സിലെന്നാണ് തോന്നുന്നത്. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19-1 എന്നുള്ള ആ ഒരു പൊസിഷൻ അവിടെ നിൽക്കുകയാണ്. അത് ചിലപ്പോൾ ഉറക്കത്തിൽ പോലും CPM-നെ അലോസരപ്പെടുത്തുന്ന ഒരു കണക്കാണത്. അപ്പോൾ ആ കണക്കിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളത് ഈ പറഞ്ഞൊരു സാഹചര്യം, പ്രത്യേകിച്ച് ബംഗാളില്ല, ത്രിപുരയില്ല, അപ്പോൾ കേരളമാണ് ഈ ഇന്ത്യയിൽ തന്നെ CPM-ന് നോക്കിക്കാണാവുന്ന ഒരു സ്ഥലം. അപ്പോൾ അവിടെ നിന്ന് പരമാവധി സീറ്റുകൾ ലോക്സഭയിൽ എത്തിക്കാൻ, അപ്പോൾ കാസർഗോഡ് NV ബാലകൃഷ്ണൻ്റെ സ്ഥാനാർത്ഥിത്വം അതാണ് സൂചിപ്പിക്കുന്നത്. ജില്ലയിൽ അവർക്ക് കിട്ടാവുന്ന, കാസർഗോഡ് അവരുടെ ഏറ്റവും ജനകീയമായ മുഖങ്ങളിലൊന്നാണ്. കാസർഗോഡ് ബാലകൃഷ്ണനായാലും ഇപ്പുറത്ത് കണ്ണൂർ വരുമ്പോൾ MV ജയരാജനായാലും, MV ജയരാജൻ കണ്ണൂരിലെ CPM-ൻ്റെ ജനകീയ മുഖങ്ങളിലൊന്നാണല്ലോ. അത്തരത്തിലുള്ള മുഖങ്ങളെ CPM ആലോചിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ആലത്തൂരിൻ്റെ കേസിൽ സംശയമുണ്ട്. വിനേഷ്, ഞങ്ങൾ ഈ ആലത്തൂരിൻ്റെ വിലയിരുത്തലേക്ക് വരുമ്പോൾ രാധാകൃഷ്ണനെ തന്നെ അവിടെ കളത്തിലിറക്കാൻ CPM ആഗ്രഹിക്കുമ്പോൾ
ആലത്തൂർ നമുക്കറിയാം, ആലത്തൂരെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷമാണ്, LDF ആണ് എന്ന് മാത്രമല്ല CPM-ന്റെ അതിശക്തമായൊരു ഇടമാണ്. കഴിഞ്ഞ തവണ മറ്റൊരു സാഹചര്യത്തിലുള്ള വിജയമായിരുന്നു അവിടെ UDF ഉണ്ടായത് എന്ന് കരുതാം. പക്ഷേ ആലത്തൂർ തിരിച്ചുപിടിക്കാൻ കെ രാധാകൃഷ്ണനെ പോലെ ഒരു മന്ത്രിസഭാ അംഗത്തെ കളത്തിലിറക്കാൻ ആലോചിക്കേണ്ടി വരുന്ന അവസ്ഥ എന്താണ്? എന്ത് സാഹചര്യമാണ് അങ്ങനെ അവിടെ ഉള്ളത്? സജിത്ത്, CPM-നും അതുപോലെ തന്നെ LDF-നും വലിയ സ്വാധീനമുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് ആലത്തൂർ. പഴയ ഒറ്റപ്പാലമാണ്. പക്ഷേ കഴിഞ്ഞ 2 തവണ, അതായത് ഈ രമ്യ ഹരിദാസ് വരുന്നതിന് മുമ്പ് ബിജുവിൻ്റെ ഒരു പ്രവർത്തനം പൊതുവെ വിലയിരുത്തുമ്പോൾ ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർക്കൊന്നും യോജിപ്പില്ലായിരുന്നു. അതായത് അയാളുടെ പ്രവർത്തനം ശരിയല്ല എന്നുള്ളൊരു വിലയിരുത്തലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണ തോൽക്കാനുണ്ടായ ഒരു കാരണം പാർട്ടി പിന്നീട് പഠിച്ചപ്പോൾ ഈ ബിജുവിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് വിമർശനമാണ് ഉയർന്നത്. എന്തായാലും ഇപ്പോൾ ഈ രമ്യ ഹരിദാസിൻ്റെ ഈ ഒരു 5 വർഷത്തെ പ്രകടനം ആവറേജിന് താഴെയാണ്. നമുക്കറിയാം, കനകലൂരിൻ്റെ റിപ്പോർട്ടിലെല്ലാം തന്നെ തോൽക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന് വിലയിരുത്തപ്പെട്ട ആൾ കൂടിയാണ് രമ്യ ഹരിദാസ്. കാരണം ഞാൻ ആ മണ്ഡലം ആയി ബന്ധപ്പെട്ടുകൊണ്ട് പല സ്ഥലങ്ങളിലും പോവുകയും അന്വേഷിക്കുകയും ചെയ്തിരുന്നു. പൊതുവെ ഈ കോൺഗ്രസ്സുകാർക്കിടയിൽ പോലും രമ്യ ഹരിദാസിനോട് വലിയൊരു താല്പര്യം ഇല്ല. കഴിഞ്ഞ ഈ 5 വർഷം പല കാര്യങ്ങളിലും അവർ ഫോൺ എടുക്കുന്നില്ല, അവർ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം അവർക്കെതിരെ പടപ്പുറപ്പാട് തുടങ്ങിക്കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നത്. എന്തായാലും അവരെ നേരിടാൻ കെ രാധാകൃഷ്ണനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി ഇറക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് കൃത്യമായൊരു മറുപടി അതിൽ പറയാൻ കഴിയില്ല. കാരണം ശക്തനായ ഒരു സ്ഥാനാർത്ഥി രാധാകൃഷ്ണൻ അല്ലെങ്കിൽ പോലും അവിടെ ഇടതുപക്ഷത്തിന് ജയിച്ച് കയറാൻ സാധ്യതയുള്ള ഒരു മണ്ണ് തന്നെയാണ് ആലത്തൂർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഒരു പരീക്ഷണം എന്നതിലപ്പുറം നിലവിൽ ക്ലീൻ ഇമേജുള്ള, അല്ലെങ്കിൽ ആ മണ്ഡലത്തിൽ തന്നെ ചേലക്കരയിലെല്ലാം തന്നെ വലിയ സ്വാധീനമുള്ള കെ രാധാകൃഷ്ണനെ തന്നെ ഇറക്കുക എന്നുള്ളൊരു ലക്ഷ്യം, അതായത് ജയിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ രമ്യ ഹരിദാസ് വലിയൊരു ഭീഷണിയായി നിലനിൽക്കുന്നു എന്നുള്ളൊരു വിലയിരുത്തൽ ഇല്ലെങ്കിൽ പോലും കെ രാധാകൃഷ്ണനാണെങ്കിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. പക്ഷേ CPM-ൽ ഒരു വിഭാഗം യു പ്രദീപിൻ്റെ, അതായത് മുൻ ചേലക്കര MLA ആയ യു പ്രദീപിൻ്റെ ഉൾപ്പെടെയുള്ള പേരുകൾ പരിഗണനയിൽ വെച്ചതാണ്. അതെല്ലാം മറികടന്നുകൊണ്ടാണ് കെ രാധാകൃഷ്ണൻ ഇപ്പോൾ ആലത്തൂരിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയാവും. ശരി, ആലത്തൂരെ സാഹചര്യം അതാണ്. ഈ വിനേഷ് പറയുന്നത് ആലത്തൂർ എങ്ങനെയും പിടിക്കുക എന്ന CPM ആലോചനയുടെ അടിസ്ഥാനത്തിലാവാം രാധാകൃഷ്ണൻ വന്നതെന്ന്. പക്ഷേ എനിക്ക് 2 സംശയങ്ങളുണ്ട്. ഒന്ന്, രാധാകൃഷ്ണൻ തന്നെ അതിന് വേണ്ടിയിരുന്നോ എന്നൊരു ചോദ്യം. മറ്റൊന്ന്, രാധാകൃഷ്ണൻ മത്സരിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹം മന്ത്രിസഭാംഗത്തുനിന്ന് മാറും. അതിന് പിന്നിൽ മറ്റു ചില താല്പര്യങ്ങളോ CPM-ലെ ആഭ്യന്തര രാഷ്ട്രീയമോ പ്രകടമായിട്ടുണ്ടോ? എങ്ങനെയും ആലത്തൂർ പിടിക്കാൻ കെ രാധാകൃഷ്ണൻ തന്നെ വേണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം ആലത്തൂർ മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവ സാഹിത്യത്തിന് അറിയാം. കഴിഞ്ഞ തവണത്തെ ഒരു തരംഗത്തിൽ ബിജു അവിടെ പരാജയപ്പെടുന്നു, രമ്യ ഹരിദാസ് അവിടെ MP ആകുന്നു. പിന്നെ ഈ ഒരു തരത്തിലുള്ള റിസ്ക്കും എടുക്കാൻ CPM തയ്യാറല്ല എന്ന് വേണമെങ്കിൽ ആലത്തൂരിലെ കെ രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിയായി നമുക്ക് പറയാം. കാരണം കെ രാധാകൃഷ്ണനെ നമുക്കിങ്ങനെ അറിയാമല്ലോ, നമുക്കിങ്ങനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അത് ഈ നമ്മൾ ചില സിനിമാടന്മാരും പറയും മിനിമം ഗ്യാരണ്ടി ഉള്ള നടനാണെന്ന് പറയുന്നത്. അല്ലേ, കെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ മിനിമം ഗ്യാരണ്ടിയാണ്. അദ്ദേഹം ആ നാട്ടിലൊക്കെ അത്രയും, ആ മണ്ഡലത്തിൽ, ആ പ്രദേശത്തൊക്കെ അത്രയും ജനകീയനായൊരു മനുഷ്യനാണ്. ഞാനൊക്കെ നേരിട്ട് ഒരു ഓണക്കാലത്ത് ആ നാട്ടിൽ പോയിട്ടുള്ളതാണ്. അപ്പോൾ ആളുകളുമായി അദ്ദേഹം ഇടപെടുന്നതും അദ്ദേഹവുമായി ആളുകൾ ഇടപെടുന്നതും ആ വീട് ആളുകൾ ഈ കാണാൻ വരുന്ന നാട്ടുകാരുടെ രാധേട്ടനാണ്. അപ്പം അത്തരത്തിൽ ഭയങ്കര ജനകീയമായിരുന്നു. ഇപ്പം ആലത്തൂർ തന്നെ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം നമുക്കറിയാമല്ലോ. കണ്ണ് തള്ളിപ്പോകുന്ന ഭൂരിപക്ഷം എന്നൊക്കെ പറയുന്നത് അതാണ്, ചേലക്കര. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ അവർ ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ഒരു സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ റിസ്കിൽ, ഒരു തരത്തിലുള്ള റിസ്കിനും തയ്യാറില്ല എന്നാണ് നമുക്കത് മനസ്സിലാവുന്നത്. കാരണം ഈ പല മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നോക്കുമ്പോൾ, അപ്പോൾ ഇപ്പോൾ കാസർഗോഡ് നേരത്തെ നമ്മൾ പറഞ്ഞു, ഈ രാധാകൃഷ്ണനെ മാറ്റിയാൽ ഒരു പുതിയതായി ഒരാളെ മന്ത്രിസഭയെ ഉൾപ്പെടുത്തേണ്ടി വരും, ചേലക്കര ബൈ ഇലക്ഷൻ വേണ്ടി വരും, അങ്ങനെ പല ഘടകങ്ങളും ഉണ്ട്. അതിനും തയ്യാറെടുത്തിട്ടുണ്ടാവും അല്ലേ? സ്വാഭാവികമായും എനിക്ക് തോന്നുന്നു ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നേരിടുന്നതിൻ്റെ അത്ര പ്രയാസം ചേലക്കര പോലൊരു മണ്ഡലത്തിൽ CPM-ന് ഒരു ബൈ ഇലക്ഷൻ ജയിച്ച് വരാൻ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഭയങ്കര അവരെ സംബന്ധിച്ച് പാർട്ടിയുടെ ഒരു വലിയ കോട്ടയാണ്. അവിടെ നിന്ന് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തിയ ഒരാളെ MLA ആക്കാൻ CPM-ന് ഈ പാടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം രാധാകൃഷ്ണൻ ചേലക്കരെ സംബന്ധിച്ച് ഗംഭീര ഓപ്ഷനാണ് എന്നാണ് എൻ്റെ. നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ഒരു സംശയം കൂടി. ഇപ്പം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു പ്രാഥമിക പട്ടിക തയ്യാറാക്കി ജില്ലാ നേതൃത്വങ്ങൾക്ക് അയച്ചു കൊടുത്തു. അവിടെ ജില്ലാ സെക്രട്ടേറിയറ്റുകൾ ചേർന്ന് തിരിച്ചയച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റും ഒരു വിലയിരുത്തൽ വന്നൊരു പട്ടികയായിട്ടുണ്ട്. ഇനി അത് സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് ചെല്ലുമ്പോൾ ഈ ലിസ്റ്റിൽ CPM-ന്റെ സംഘടനാ സംവിധാനം അനുസരിച്ച് എന്ത് തിരുത്തലുകൾക്ക് സാധ്യതയുണ്ട്? അതിൻ്റെ ഒരു പൊതുരീതി എങ്ങനെയാണ്? സെക്രട്ടേറിയറ്റ്
ഇനി നടക്കാൻ പോകുന്ന സ്റ്റേറ്റ് കമ്മിറ്റി യോഗത്തിലേക്ക് സെക്രട്ടേറിയറ്റിൻ്റെ പട്ടിക എന്നുള്ള മട്ടിൽ ഇത് സ്വാഭാവികമായിട്ടും ഇത് തന്നെയായിരിക്കും അവതരിപ്പിക്കപ്പെടുക. ഒന്ന് രണ്ട് സ്ഥലങ്ങളിലെങ്കിലും എനിക്ക് തോന്നുന്നു ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായി ജില്ലാ കമ്മിറ്റികൾ ചർച്ച ചെയ്ത ശേഷമായിരിക്കുമല്ലോ സെക്രട്ടറിയിലേക്ക് ഈ പേരുകൾ ചെന്നതും സെക്രട്ടേറിയറ്റ് അംഗീകരിച്ച് സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് വയ്ക്കുന്നത്. ഒരു വലിയ മാറ്റത്തിനൊന്നും സാധ്യത കാണുന്നില്ല. അല്ലെങ്കിൽ അത്ര വലിയ തരത്തിലുള്ള എതിർ ശബ്ദങ്ങളോ എതിർപ്പുകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ യുവപ്രാതിനിധ്യം മറ്റേ വസീഫിനെ പോലെ അല്ലെങ്കിൽ എറണാകുളത്തെ സ്ഥാനാർത്ഥിയെ പോലുള്ള ഒന്നോ രണ്ടോ പേരിലേക്ക് ഒതുങ്ങുന്നു എന്ന മട്ടിലുള്ളൊരു ചില അഭിപ്രായങ്ങളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഈ വനിതാ പ്രാതിനിധ്യം നമ്മൾ 2 പേരാണ് നിലവിലല്ലേ. എനിക്ക് തോന്നുന്നു എറണാകുളത്തും വടകരയും മാത്രമാണ്. ഇപ്പം യു ഡി എഫിനെ സംബന്ധിച്ച് അവർ ആലപ്പുഴ ഒരു വനിതയ്ക്ക് സീറ്റ് നൽകിയില്ലെങ്കിൽ യു ഡി എഫിൻ്റെ പ്രാതിനിധ്യം ഒരു വനിതാ പ്രാതിനിധ്യത്തിൽ ഒന്നിലായിട്ട് ഒതുങ്ങും. ഞാൻ മനസ്സിലാക്കുന്ന ആലപ്പുഴയ്ക്ക് പുറമെ യു ഡി എഫിലേക്ക് ചിലപ്പോൾ കണ്ണൂർ വനിതാ സ്ഥാനാർത്ഥി യു ഡി എഫിന് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞേക്കും, അറിയില്ല. പക്ഷേ ഈ ലിസ്റ്റിനകത്ത് ഈ പട്ടികയിൽ കാര്യമായ മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. നിലവിൽ നമ്മൾ ഇപ്പോൾ എത്രയൊക്കെ പരിഗണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ സാമുദായിക സമവാക്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ ഏറെക്കുറെ ഒരു സന്തുലിതമായ ഒരു പട്ടികയാണിതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് സി പി എമ്മിൻ്റെ പട്ടികയുടെ പ്രത്യേകത. എന്തായാലും സി പി എം വളരെ വേഗത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങുന്നു എന്നതാണ് വേഗത്തിലുള്ള ചർച്ചകളും തീരുമാനങ്ങളും കാണിക്കുന്നത്. യു ഡി എഫ് ക്യാമ്പുകളിൽ ചർച്ചകൾ നടക്കുന്നു. യു ഡി എഫിൽ ഇത്തവണ സീറ്റ് നിർണ്ണയം അത്ര തർക്കമുണ്ടാവുന്ന കാര്യമല്ല. കാരണം സിറ്റിംഗ് എം പിമാർക്കെല്ലാം സീറ്റ് അനുവദിക്കുമ്പോൾ ഏറെക്കുറെ തർക്കമില്ലാതെ മറ്റാശയക്കുഴപ്പമില്ലാതെ വേഗത്തിൽ പൂർത്തീകരിക്കാം. 2 ദിവസത്തിനുള്ളിൽ യു ഡി എഫിൻ്റെ പ്രഖ്യാപനവും പ്രതീക്ഷിക്കാം. ലീഗുമായുള്ള ആശയക്കുഴപ്പം ആശയവിനിമയം അതൊക്കെ വേഗത്തിൽ പൂർത്തീകരിക്കാനാണ് കോൺഗ്രസിൻ്റെ നീക്കം. എന്തായാലും സി പി എമ്മിൻ്റെ നടപടിക്രമങ്ങൾ വേഗത്തിൽ നീങ്ങിയാണ്. വരാനിരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അമ്പേ ശക്തമായ ഏറ്റുമുട്ടലുകളുടെ ഒരു കാലം വരാനിരിക്കുന്നു. നമുക്ക് കാത്തിരിക്കാം രാഷ്ട്രീയ പോരാട്ടത്തിൽ. വിയർക്കാതിരിക്കാൻ